ചാനലിൻ്റെ അധ്യക്ഷൻ, ഫ്രൈഡേ ക്ലബിൻ്റെ പ്രസിഡന്റ് പ്രൊഫസർ BU നൂറുദ്ദീൻ സാഹിബ്, ഇവിടെ സ്വാഗതമോദിയ ഈ സംഘത്തിൻ്റെ ഈ സംഘാടനത്തിൻ്റെ സെക്രട്ടറി പ്രിയപ്പെട്ട സയ്യിദ് മുഹമ്മദ്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നിൽ അർപ്പിതമായ ചുമതല എന്ന് പറയുന്നത് മതേതര ജനാധിപത്യം, രാസമാറ്റങ്ങളുടെ വർത്തമാനം എന്ന വിഷയത്തെ ആധാരമാക്കി പുതിയ കാലത്തെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, മത, വിദ്യാഭ്യാസ രംഗത്തെ പുതിയ വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ സംഘാടകരെ വഖഫ് നിയമങ്ങളെ സംബന്ധിച്ച് സംസാരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എന്നെ ക്ഷണിച്ചത്. അപ്പോൾ ഞാൻ ചൂണ്ടിക്കാണിച്ചത് കഴിഞ്ഞ മാസത്തെ ഫ്രൈഡേ ക്ലബിൻ്റെ ഡിസ്കഷൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വഖഫ് നിയമത്തെ സംബന്ധിച്ച് ഇവിടെ വളരെ ഇലാബറേറ്റ് ചെയ്ത് നല്ല ഡിസ്കഷൻ ഇവിടെ നടന്നു എന്നാണ്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ജനാധിപത്യ മതേതര രാജ്യം എന്നുള്ള നിലക്ക് കഴിഞ്ഞ 10 കൊല്ലക്കാലത്തെ മോഡിയൻ ഭരണം നമ്മുടെ രാജ്യത്തിലെ ജനാധിപത്യ മതേതര സംവിധാനങ്ങളെ ദുർബലമാക്കുന്ന, ബലഹീനമാക്കുന്ന, ക്ഷീണിപ്പിക്കുന്ന ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയി. അതുകൊണ്ട് തന്നെ കേവലം വഖഫ് നിയമങ്ങളെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഇക്കാലം മുതലേ നമ്മൾ നിലനിർത്തി പോകുന്ന ജനാധിപത്യ മതേതര സംവിധാനങ്ങൾ, അത് പരീക്ഷണങ്ങൾക്ക്, പർവ്വത സമാനമായ വെല്ലുവിളികൾക്ക് മുമ്പിൽ അത്തരമൊരു സാഹചര്യത്തെ ആമുഖമായി ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ വിഷയത്തിന് ഇംവിധം ഒരു തലക്കെട്ടുണ്ടാക്കാൻ ഞാൻ ഇവരോട് ചൂണ്ടിക്കാണിച്ചത്. കേവലം ഒരു വഖഫ് നിയമം മാത്രമല്ല നമ്മുടെ മുമ്പിൽ പ്രതിസന്ധിയായി വന്നത്. കഴിഞ്ഞ ഒരു 10 കൊല്ലക്കാലത്തെ ഇന്ത്യയുടെ സാമൂഹിക, സാംസ്കാരിക സാഹചര്യങ്ങളെ ഒരു രാഷ്ട്രീയമായി, സാമൂഹികമായി പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കിയാൽ ഒരുപാട് സംഭവങ്ങളുടെ ഘോഷയാത്ര നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഗുജറാത്തിലെ കുത്തുബുദ്ദീൻ അൻസാരിയുടെ വളരെ ദയനീയമായി കൈകൂപ്പി നിൽക്കുന്ന ഒരു ചിത്രം കാണുകയുണ്ടായി. യഥാർത്ഥത്തിൽ തുടക്കം അവിടെയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഗുജറാത്തിൽ മരണപ്പെട്ടു പോയ MP-യുടെ ഭാര്യ പോരാട്ടത്തിൻ്റെ മഹതി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളിൽ നിന്ന് റബ്ബിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി. ഞാൻ ഇത്രയും ചൂണ്ടിക്കാണിക്കുന്നത് വിവിധങ്ങളായ വിഷയങ്ങൾ നമ്മുടെ മുമ്പിലൂടെ വന്നിട്ടുണ്ട്. രാസമാറ്റങ്ങളുടെ വർത്തമാനം എന്ന് പറയുമ്പോൾ ഭാരതത്തിൻ്റെ രാസമാറ്റങ്ങളുടെ വർത്തമാനം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് മതേതര ജനാധിപത്യത്തിന് അപകടകരമായ വെല്ലുവിളികൾ ഉയർന്നു എന്ന് ആമുഖമായി പരിശോധിക്കും. നിങ്ങളൊന്ന് പരിശോധിച്ചവിടെ പലരും ചൂണ്ടിക്കാണിച്ചപ്പോൾ പൗരത്വം ഉൾപ്പെടെ പൗരത്വ വിഷയമായി നമ്മുടെ രാജ്യമെമ്പാടും ഒരു സമരമുഖത്ത് ജനാധിപത്യ മതേതര ശക്തികൾ ഒറ്റക്കെട്ടായി രാജ്യത്ത് സമരമുഖത്ത് വന്ന് കോവിഡ് കാലത്താണ് ആ വിഷയത്തിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തിയത്. നമ്മുടെ രാജ്യം കണ്ട ഒരുപാട് പ്രയാസം, ആൾക്കൂട്ട കൊലപാതകം. നിങ്ങളൊന്ന് ആലോചിച്ച് അഖലാഖിൻ്റെ സംഭവത്തോടുകൂടി ആൾക്കൂട്ട കൊലപാതകം ആരംഭിച്ചെങ്കിൽ ഇപ്പോൾ ഏറ്റവും അവസാനമായി മംഗലാപുരത്തെ അഷ്റഫിലേക്ക് സംഗതി എത്തിയേക്കുക. അതോടൊപ്പം തന്നെ പശുവുണ്ടായിച്ച പശുവിൻ്റെ പേര് പറഞ്ഞ് പച്ചക്കറി പക്ഷം, പശുപക്ഷം, നമ്മുടെ രാജ്യത്തുണ്ടായ പ്രയാസങ്ങൾ. ഏറ്റവും അവസാനമായി മരണപ്പെട്ടു പോയ ശർമ്മയുടെ അമ്മ ഈ സനാതനവാദികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആള് മാറി കൊല ചെയ്യപ്പെട്ട ആ ശർമ്മയുടെ അമ്മ സനാതനവാദികളോട് ചോദിക്കുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഇതാണ്: ഇങ്ങനെ മുസ്ലിമീങ്ങളെ കൊല്ലാൻ, പശുവിൻ്റെ പേര് പറഞ്ഞ് മുസ്ലിമീങ്ങളെ കൊല്ലാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം നൽകിയത്? ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ രാജ്യത്ത് സാമൂഹികമായ മാറ്റം എന്ന് പറഞ്ഞത് കഴിഞ്ഞ 10 കൊല്ലക്കാലം ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു എന്നുള്ളതിൻ്റെ ഒരു ചൂണ്ടുപലകയിലേക്കാണ്. 1-2 വിഷയങ്ങൾ. ഏറ്റവും അവസാനമായി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഉറുദു ഭാഷയ്ക്കെതിരായി വലിയ വെല്ലുവിളി ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഖാൻ ഇരിക്കുന്നു. ലക്ഷദ്വീപിലെ മഹൽ ഭാഷയ്ക്കെതിരെ, അങ്ങനെ ന്യൂനപക്ഷങ്ങളുടെ ഭാഷയ്ക്കെതിരെ ഇപ്പം തന്നെ റാങ്കിങ്ങിൽ കണ്ടത് 6ാമത്തെ റാങ്കിലുണ്ടായിരുന്ന ഉറുദു ഭാഷ എല്ലാ പ്രയാസങ്ങളെയും അതിജീവിച്ചിട്ട് ഇപ്പം കാണുന്നത് സെൻട്രൽ ഗവൺമെൻറ് ലിസ്റ്റിൽ 8ാമത്തെ ഭാഷയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഉറുദു ഭാഷയ്ക്കെതിരെ എല്ലാം ടാർഗറ്റ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റോടുകൂടി ടാർഗറ്റ് ചെയ്യുന്നത് ഒരു സമുദായത്തിന് നേരെയാണ്. ഇന്ത്യയിലെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ഭീഷണിയാവുന്ന രാസമാറ്റങ്ങൾ ഇന്ത്യയുടെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തുണ്ടായി എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ ഉദാഹരണങ്ങളുടെ കൂട്ടത്തിലാണ് ഇപ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കണം, ആരാധനാലയ സംരക്ഷണ നിയമം നമ്മുടെ രാജ്യത്ത് ബാബരി മസ്ജിദിൻ്റെ മോദായം RSSകാരൻ, വിശ്വ ഹിന്ദു പരിഷത്തുകാരൻ, ബജരംഗ ദളുകാരൻ, ഹിന്ദു ടൈഗർ ഫോഴ്സുകാരൻ ഒക്കെ തച്ചു തകർത്തപ്പോൾ അന്ന് നമ്മുടെ രാജ്യത്തിലെ അമ്പലങ്ങൾ, ആരാധനാലയങ്ങൾ
പള്ളികൾ, ചർച്ചുകൾ, ഗുരുദ്വാരകൾ എല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടി പാർലമെന്റ് നിയമം കൊണ്ടുവന്നു. ആ നിയമം ആകെ 2-3 പേജുള്ള നിയമത്തിനകത്ത് പറഞ്ഞത് 1947 ഓഗസ്റ്റ് 15 അടിസ്ഥാന ദിനമായി കട്ട് ഓഫ് ഡേറ്റ് ആയി. അന്ന് ആരുടെ കയ്യിലാണോ തർക്കമന്ദിരം, ഹിന്ദുക്കളുടെ കയ്യിലാണെങ്കിൽ അമ്പലമായി, ക്രിസ്ത്യാനികളുടെ കയ്യിലാണെങ്കിൽ ചർച്ചായി, സിഖുകാരുടെ കയ്യിലാണെങ്കിൽ ഗുരുദ്വാരയായി, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ കയ്യിലാണെങ്കിൽ മസ്ജിദായി. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ സെക്ഷൻ പ്രത്യേകമായി പറഞ്ഞ ഒരു സിവിൽ കോടതിയും ഒരു ഹർജിയും എന്റർടൈൻ ചെയ്യാൻ പാടില്ല. അഭിഭാഷകന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരു സിവിൽ കോടതിയും സ്വീകരിക്കാൻ പാടില്ല. ഇപ്പം മധുരയിൽ, കാശിയിൽ, വാരാണസിയിൽ, ഗ്യാൻവാപ്പിയിൽ, സമ്പലിൽ, അജ്മീർ എത്രയെത്ര പള്ളികൾ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിനോട് കുഴിച്ചു നോക്കാൻ പറഞ്ഞത്. ഇപ്പം സുപ്രീം കോടതി തൽക്കാലം ഇനി കുഴിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ 10 കൊല്ലക്കാലം ഒരു പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് വിവിധങ്ങളായ വിഷയങ്ങളിൽ ഹിജാബിന്റെ വിവാദം വന്നു. ഹിജാബിന്റെ വിവാദത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ചു, ഞാൻ പറഞ്ഞുതരാം. ഹിജാബിന്റെ വിവാദം ഏറ്റവും കൂടുതൽ രൂക്ഷമായത് കർണാടകയിലാണ്. കർണാടകയിലെ സംഘികൾ ഓരോ കോളേജിന്റെ മുമ്പിൽ വന്നിട്ട് അവിടെ സിന്ദാബാദ് വിളിച്ചിട്ട് ആയിരക്കണക്കിന് മുസ്ലിം പെൺകുട്ടികളുടെ പഠനത്തെ, പരീക്ഷയെ ഒക്കെ ബാധിക്കുന്ന പ്രയാസങ്ങൾ ഉണ്ടാക്കി. നിങ്ങൾ കണ്ടു കാണുന്ന ഒരു ചിത്രം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. മസ്കൻ ഖാൻ മാണ്ടിയിലെ കോളേജിലേക്ക് അള്ളാഹു അക്ബർ വിളിച്ചു വരുന്ന ഒരു ചിത്രമുണ്ട് നമ്മുടെ മുമ്പിൽ. അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഗുൽബർഗയിൽ നിന്ന് കനീസ ഫാത്തിമ 16,000 കണക്കിന് വോട്ടിന് ജയിച്ച് മഫ്ത ഇട്ട്, സ്കാഫ് ഇട്ട്, പർദ്ദ ഇട്ട് ഇന്ന് കർണാടക നിയമസഭയിൽ ഇരിക്കുകയാണ്. നമ്മുടെ ഭക്ഷണത്തെക്കുറിച്ച് വന്നു, ഹലാൽ ഭക്ഷണം. കൊച്ചു കേരളത്തിലടക്കം വലിയ ചർച്ച വന്നു ഹലാലുമായി ബന്ധപ്പെട്ട്. അങ്ങനെ തുടങ്ങി ലവ് ജിഹാദ്. കേരള ഹൈക്കോടതി അടക്കം ഒരു ജഡ്ജ്മെന്റിനകത്ത് പറഞ്ഞു ദർ ഇസ് നോ ലവ് ജിഹാദ്. പാർലമെന്റിനകത്ത് നക്ഷത്ര ചിഹ്നം വിട്ട ചോദ്യത്തിന് ഉത്തരം വന്നു, ലവ് ജിഹാദ് ഇല്ല. എന്നിട്ടും ലവ് ജിഹാദിന്റെ പേരിലൊക്കെ ഈ രാജ്യത്ത് മുഴുവൻ ഹിജാബിന്റെ പേരിൽ, അതുപോലെ ഭക്ഷണത്തിന്റെ പേരിൽ, അതുപോലെ വസ്ത്രത്തിന്റെ പേരിൽ ഒക്കെ നാട് നീളെ ഏതേത് വിഷയങ്ങളിലാ കുഴപ്പമില്ലാതെ പോയത്. അങ്ങനെ നമ്മുടെ രാജ്യത്ത് ഇപ്പൊ ഏറ്റവും നിങ്ങൾ നോക്കൂ, കൊച്ചു കേരളത്തിൽ ഭാരതാംബ വലിയ ചർച്ചയാവുകയാണ്. ഭാരതാംബ ഒരു പ്രതീകമായി ഗവർണറും ഗവൺമെന്റും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ആ ഏറ്റുമുട്ടൽ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യത്തിലും മതേതരത്വത്തിലും ഇന്ത്യയുടെ ഭരണഘടനാ സംവിധാനങ്ങളും എക്കാലം അത്രയും ചിഹ്നങ്ങളായി കൊണ്ടുവരുന്ന എന്തെല്ലാം സംഗതികൾ. നമ്മുടെ രാജ്യത്തിലെ പല നഗരങ്ങളുടെയും പേര് മാറ്റാം. ഗാനത്തിന്റെ പേരിലുള്ള അതിർത്തി ഗാന്ധിയുടെ പേരിലുള്ള ഹോസ്പിറ്റലിന്റെ പേര് മാറ്റി. നമ്മൾ നോർത്ത് ഇന്ത്യയിലെ കഥ നോക്കണ്ട. കൊച്ചു കേരളത്തിൽ, ഈ കേരളത്തിൽ പാലക്കാട് നഗരസഭ പ്രമേയം പാസാക്കി ജിന്ന സ്ട്രീറ്റിന്റെ പേര് മാറ്റി. കേരളത്തിലാണ് നമ്മൾ പറഞ്ഞത് സാക്ഷര കേരളം, ജനാധിപത്യ കേരളം, ഈ അക്ഷരഭൂമി എന്നൊക്കെ പറഞ്ഞ കേരളത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, താമര ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ മടിയില്ലാത്ത നാടായി കേരളം മാറി എന്നുള്ളതിന്റെ തെളിവായിരുന്നു നേമത്തെ രാജഗോപാലിന്റെയും തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെയും ജയം. കേരളത്തിൽ മാറ്റമുണ്ട്. അപ്പൊ ഇന്ത്യയിലെ ജനാധിപത്യ രംഗത്ത്, മതേതര രംഗത്ത് വലിയ രാസമാറ്റം. ആ രാസമാറ്റം കഴിഞ്ഞ 10 കൊല്ലക്കാലം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. വലിയ പ്രതീക്ഷ വെക്കുന്ന ജുഡീഷ്യറി. നിങ്ങൾ എന്താ ബാബരി മസ്ജിദ്, നമ്മൾ ചാനൽ മുഴുവൻ കണ്ടതാണ്. ബാബരി മസ്ജിദിന്റെ മോന്തായം RSS പൊളിക്കുന്നു, എല്ലാ രംഗവും കണ്ടതാണ്. അതിന്റെ സിവിൽ ക്രിമിനൽ നിങ്ങൾ കേസ് നോക്കിയായി. സിവിൽ കേസിൽ അത് ഹിന്ദുക്കളുടേതാണ് എന്ന് പറഞ്ഞ് അത് മുഴുവൻ വിട്ടുകൊടുത്തു. ക്രിമിനൽ കേസിൽ ചാനലുകളിലൂടെ കണ്ട ഒരു സംഭവം, സാക്ഷികളുള്ള ഒരു സംഭവം, എല്ലാ പ്രതികളെയും വെറുതെ മാത്രമല്ല ജുഡീഷ്യറിയിൽ ഇരിക്കുന്ന ആളുകൾ ഇപ്പൊ തന്നെ കൂളിംഗ് പീരീഡിനെ കുറിച്ച് ചർച്ചയാണ്. ജുഡീഷ്യറിയിൽ നിന്ന് ആഫ്റ്റർ റിട്ടയർമെന്റ് ഔദ്യോഗികമായ പോസ്റ്റ് സ്വീകരിക്കാൻ പാടുണ്ടോ ഇല്ലെന്ന്. ഇന്ത്യനെ സുപ്രീം കോടതിയിലിരുന്ന ജഡ്ജി റിട്ടയർമെന്റ് പിറ്റേന്ന് രാജ്യസഭയിൽ MP ജസ്റ്റിസ് ഗൊഗോയ്. അദ്ദേഹം പറയുകയാണ്, ബാബരി മസ്ജിദ് വിധി പറഞ്ഞ ദിവസം ആഘോഷിച്ച് അദ്ദേഹത്തിന് ആത്മകഥയിലായിരുന്നത് ഞങ്ങളന്ന് ഡിന്നർ പാർട്ടി നടത്തിയത്. നസീർ ഹുസൈൻ മിനിയാന്ന് വന്നല്ലോ ഇവിടെ കേരളത്തിൽ. അന്ന് ബാബരി മസ്ജിദ് വിധി പറഞ്ഞ ജഡ്ജാണ്. അദ്ദേഹം റിട്ടയർമെന്റ് കഴിഞ്ഞപ്പോൾ ആന്ധ്രാപ്രദേശിൽ ഗവർണറായി. അദ്ദേഹമാണ് ഇന്നലെ ശ്രീധരൻപിള്ളയുടെ പുസ്തകം റിലീസ് ചെയ്തത്. അപ്പൊ നമ്മുടെ ജുഡീഷ്യറി പോലും അപകടകരമാം വിധം സംഘികൾക്ക്, ഫാസിസത്തിന് വിധേയപ്പെടുന്ന ഒരു കാലത്ത് രാസമാറ്റം നടക്കുന്നുണ്ട്. ആകെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇന്ത്യയിലെ സെക്യുലർ കമ്മ്യൂണിറ്റിയിൽ മാത്രമാണ് പ്രതീക്ഷ. ഞാനൊരു പക്ഷേ നിങ്ങളോട് ഇങ്ങനെ വളരെ നെഗറ്റീവായ സംഗതി പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും സൈനുദ്ദീൻ വക്കീൽ ഇങ്ങനെ നെഗറ്റീവ് അല്ല, ഞാൻ പോസിറ്റീവായ ഒരു സംഗതി പറയാം. ഒരു വലിയ സെക്യുലർ കമ്മ്യൂണിറ്റിയിൽ ഒരു വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവ് ഇത്തവണ മോഡി വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ, മൂന്നാമത് മോഡി വരുന്നത്, മോഡി വന്ന ചിഹ്നങ്ങളും നോക്കിയാൽ മതി. നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ഓരോ ചിത്രവും ഒരു ഗ്രാഫായി വരച്ചാൽ ആദ്യം വന്നത്
ഹർ ഹർ മോഡി ഗർ ഗർ മോഡി, ഒരു ഹിന്ദുത്വ ബിംബത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ഒന്നാമത് മോഡി വരുന്നത്. രണ്ടാമത് വരുന്നത് കാശിയിലൊരു ഗുഹയും, കാശിനാഥിലൊരു ഗുഹയും 4 ദിവസം ധ്യാനം ഇരുന്നുകൊണ്ട് ഹിന്ദുത്വ ബിംബം ഉണ്ടാക്കിയ വന്നത്. ഇത്തവണ വന്നത് 400 ഏക് ബാർ, അങ്ങനെ പുതിയ മുദ്രാവാക്യത്തിൽ വരുമ്പോൾ സർവേ നടത്തി. ആ സർവേയിൽ മോഡിക്ക് ഏറ്റവും ഷുവർ സീറ്റായി പറഞ്ഞത് ഒന്ന് വാരാണസിയും ഒന്ന് രാമനാഥപുരം. ആ വാരാണസിയിൽ 5.5 ലക്ഷം വോട്ടിന് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ ജയിച്ച മോഡി ഇത്തവണ കട്ടിച്ച് രക്ഷപ്പെട്ടത് 2.5 ലക്ഷം വോട്ടിനാണ്. ഞാനതാ പറഞ്ഞ സെക്യുലർ കമ്മ്യൂണിറ്റിയിൽ വിശ്വാസമുണ്ടാവും, പ്രതീക്ഷ ഉണ്ടാവും. ബാബരി മസ്ജിദ് തകർത്ത അയോധ്യയിൽ സംഖ്യകൾ തോറ്റുപോയി. ഇന്ത്യയിലെ 18 അമ്പല നഗരങ്ങളിലാണ് തോറ്റുപോയത്. വൈബ്രന്റ് ഡെമോക്രസിയാണ് ഇന്ത്യയുടെ ഏക പ്രതീക്ഷ എന്ന് പറയുന്നത്. വൈബ്രന്റ് ഡെമോക്രസിയാണ്. മോഡിയുടെ സെക്കൻഡ് ഷുവർ സീറ്റ് എന്ന് പറഞ്ഞാൽ രാമനാഥപുരം. ആ രാമനാഥപുരത്ത് ആ മുസ്ലിം ലീഗ് പാർട്ടിയുടെ നവാസ് ഖനി 1,67,000 വോട്ടിന് BJP തോൽപ്പിച്ചത്. ഒരു വൈബ്രന്റ് ഡെമോക്രസിയിലൂടെ മാത്രമേ, കേവലം ബാലറ്റ് ചികിത്സ മാത്രമേ ഇതിന് മാർഗമുള്ളൂ. വേറെ ഒരു മാർഗം ഇതിനു മുമ്പില്ല. ആകെ റെമഡി എന്ന് പറയുന്നത് ബാലറ്റ് ചികിത്സ മാത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രാജ്യത്ത് ഓരോ നിയമങ്ങൾ വരുന്നു. ഇപ്പോൾ മുത്തലാഖ്, ഇന്ത്യയിലെ ഓരോ കമ്മ്യൂണിറ്റിക്കും സിവിൽ നിയമമുണ്ട്. ഞാനതാ പറഞ്ഞ രാസമാറ്റങ്ങളുടെ ഉദാഹരണം മുത്തലാഖ് പരിശോധിക്കപ്പെടും. ഇന്ത്യയിലെ ഓരോ കമ്മ്യൂണിറ്റിക്കും വിവാഹത്തെ സംബന്ധിച്ച്, അതുപോലെ വിവാഹ മോചനത്തെ സംബന്ധിച്ച്, അതുപോലെ ഇൻഹെറിറ്റൻസ് സംബന്ധിച്ച് ഒക്കെ നിയമങ്ങളുണ്ട്. പക്ഷേ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വിവാഹ മോചനം ക്രിമിനൽ കുറ്റമായി പരിഗണിക്കുന്ന ബില്ല് വരിക. അത് ആദ്യം വരുന്നത് കോടതിയിലാണ്. സുവമോട്ടോ കേസെടുക്കുകയാണ്. ട്രിപ്പിൾ തലാഖ് എന്ന് പറഞ്ഞത് നേരത്തെ ഒന്നിച്ച് ചെല്ലാൻ കഴിയുന്നത്, ഇപ്പൊ സിംഗിൾ, ഡബിൾ, ട്രിപ്പിൾ തലാഖ് ഒന്നിച്ച് ചെല്ലിയാൽ ക്രിമിനൽ കുറ്റമാകുന്ന നിയമം വരികയാണ്. മറ്റൊരു കമ്മ്യൂണിറ്റിയും ഇല്ലാത്ത വിധം. പൗരത്വം ഒരു ഭാഗത്ത് ഇപ്പോൾ 2-3 സ്റ്റേറ്റ് ഏക സിവിൽ കോഡ് നടപ്പിലായി. 2-3 സ്റ്റേറ്റിൽ ബീഫ് നിരോധനം വന്നു. നിങ്ങളെന്താ ആലോചിക്കണം ഓരോ സംഗതിയും. നമ്മുടെ രാജ്യത്തെ 10 കൊല്ലക്കാലത്തെ രാസമാറ്റം, ജനാധിപത്യ രംഗത്ത്, മതേതര രംഗത്ത് നമ്മൾ കാണുന്ന ഈ പ്രയാസം ഏറ്റവും അവസാനം ഒന്നുകൂടി ഞാൻ പറയാലോ. ഇപ്പം കാവടി യാത്ര പോകുമ്പോൾ, നോർത്ത് ഇന്ത്യയിൽ കാവടി യാത്ര പോകുമ്പോൾ എല്ലാ മുസ്ലിം ഹോട്ടലുകളുടെയും പേര് പറിച്ചു വെക്കേണ്ടി വരും. കാവടി യാത്ര. ഇപ്പം രാമനവമി ഘോഷയാത്ര പോയി. ആ ഘോഷയാത്ര പോയപ്പോൾ ഉത്തരേന്ത്യയിൽ അത് കടന്നുപോയ എല്ലാ പള്ളികളിലും ജുമാ നമസ്കാരം 1.5 മണിക്കുള്ളത് 2.5 മണിക്കൊക്കെ 1 മണിക്കൂറാൻ പറ്റിയത്. ഞാൻ സംസാരിക്കുന്നത് ഇന്ത്യയെക്കുറിച്ചാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാജ്യം എന്ന് അവകാശപ്പെടുന്നതാണ്. ഒരുപാട് മതസംസ്കാരങ്ങൾ ഒരു ക്ലോറോഫോം എഫക്റ്റ് പോലെ ഇന്ത്യയിലൂടെ കടന്നുപോയി എന്ന് നമ്മൾ അവകാശപ്പെടുന്നു. ഇന്ത്യയിലെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരമ്മ വെച്ച മക്കളെ പോലെ സഹോദരങ്ങളായി ജീവിച്ചു എന്ന് നമ്മൾ അവകാശപ്പെടുന്നു. ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റി ഈ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പുതിയ കാലത്തെ വർത്തമാനങ്ങൾക്ക് മുമ്പിലാണ് വഖഫ് നിയമം എന്ന് പറയുന്ന സംഗതി വന്നുപെടുന്നത്. കേവലം ഒരു ചെറിയ വിഷയം മാത്രമല്ല, ഓരോ സംഗതികൾ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സംഗതികൾ. നമ്മുടെ രാജ്യത്തെ സെക്യുലർ കമ്മ്യൂണിറ്റിയുടെ വിശ്വാസം തരുമോ? ഞാൻ പറഞ്ഞത് ഇപ്പോൾ കർഷക സമരകാലത്ത് എന്നെ ഏറെ ആകർഷിക്കപ്പെട്ടൊരു മുദ്രാവാക്യമുണ്ട്. കർഷകർ സമരം ചെയ്യുക. പഞ്ചാബിലെ, ഹരിയാനയിലെ കർഷകർ വന്നിട്ട് ഡൽഹിയിലെ തെരുവോരങ്ങൾ ബ്ലോക്ക് ചെയ്യുക. ആ ബ്ലോക്ക് ചെയ്യുമ്പോൾ അവർ വിളിക്കുന്ന മുദ്രാവാക്യമുണ്ട്, ഹർ ഹർ മഹാദേവ അല്ലാഹു അക്ബർ. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ പാർലമെന്റ് പാസാക്കിയ നിയമം പാർലമെന്റിനാൽ റദ്ദ് ചെയ്യപ്പെടുന്ന വിധം ആ സമരത്തിന്, പ്രക്ഷോഭത്തിന് റിസൾട്ടഡ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ രാജ്യത്തിലെ ജനാധിപത്യം അത്ര കരുത്തുള്ളതാണ്. ആ കരുത്തിൻ്റെ ബലത്തിൽ മാത്രമേ ഈ സംഖ്യകളെ, ഇപ്പോൾ പലരും ഫാസിസത്തിന് വേവുണ്ടോ എന്ന് വേവൊക്കെ പരിശോധിക്കുക. വേവുണ്ടോ എന്ന് പരിശോധിക്കേണ്ട സമയമല്ല ഇത്. നവഫാസിസം നിർവചിക്കേണ്ട സമയമല്ല. ഫാസിസം അതിൻ്റെ ക്ലൈമാക്സിൽ നിൽക്കുകയാണ്. അതിൻ്റെ ക്ലൈമാക്സിൽ ഇപ്പോൾ ഏറ്റവും കശ്മീരിൽ നിങ്ങൾ ആലോചിക്കോ, ഭീകരവാദത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഏത് അക്കൗണ്ടിലാണ് ചേർക്കപ്പെട്ടത്? ഇവിടെ ബോഡോ കലാപകാരികൾ കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്, ഉൽഫ കലാപകാരികൾ കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്, തമിഴ് കലാപകാരികൾ കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. ഒന്നും ഒരു ജാതിയുടെ, ഒരു മതത്തിൻ്റെ, ഒരു ഉപജാതിയുടെ അക്കൗണ്ടിൽ സ്പോൺസർ ചെയ്തിട്ടില്ല. പക്ഷെ കാശ്മീർ വന്നപ്പോൾ നിങ്ങൾ ആലോചിക്കണം, കാശ്മീരിൻ്റെ പേരിൽ നിങ്ങൾ ആലോചിക്കണം. ഈ ഇടപ്പള്ളിയിലെ രാമേന്ദ്രൻ്റെ മകൾ ആതിര എന്താ പറഞ്ഞത്? അന്ന് രാത്രി എൻ്റെ പിതാവിൻ്റെ ഡെഡ് ബോഡി മോർച്ചറിയിൽ കിടക്കുന്ന സമയത്ത് എനിക്ക് സഹോദരമായി നിന്നത് മുസാഫിറും സബീറുമാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം, നമ്മുടെ രാജ്യത്തിൻ്റെ വർത്തമാനം അതല്ലേ? രാജ്യത്തിൻ്റെ വർത്തമാനം അതാണ്. ആദിൽ ഹുസൈൻ, ഭീകരവാദികളുടെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ച് വാങ്ങി മരണപ്പെട്ടു പോയ ആദിൽ ഹുസൈൻ. കാശ്മീർ എത്ര ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. എന്നിട്ട് പോലും ശൗര്യചക്രം കിട്ടിയ കാശ്മീരിലെ പോലീസുകാരൻ മുസാഫിറിൻ്റെ ഉമ്മ ഷമീമയോട് രാജ്യം വിട്ടുപോകാനാണ് പറഞ്ഞത്. പത്രമാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോഴാണ് രാജ്യം വിട്ടുപോകേണ്ടത്. നമ്മുടെ രാജ്യത്ത്
ഞാൻ ഈ തലക്കെട്ട് വളരെ കൃത്യമായി സെയ്ദ് മുഹമ്മദ് സാഹിബിനോട് പറയുമ്പോൾ രാസമാറ്റം നടക്കുന്നുണ്ട് ഇന്ത്യയിലെ സാമൂഹിക രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, മതരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് വലിയ രാസമാറ്റം. വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങൾ ഇപ്പോൾ NCERTയുടെ പാഠപുസ്തകങ്ങൾ അപ്പാടെ മാറുകയാണ്. ഗാന്ധിജി എന്നുള്ളത് നോർത്ത് ഇന്ത്യയിലെ ഒരു പാഠപുസ്തകത്തിൽ ഗാന്ധിജി പോയിട്ട് ഗോഡ്സെ. എവിടെയാ? വിദ്യാഭ്യാസ രംഗത്ത്. ഞാൻ ചെറിയ എക്സാമ്പിളാണ്. രാജ്യത്ത് ഈ രാസമാറ്റം എന്ന് പറഞ്ഞത്, രാജ്യത്ത് രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടുക എന്ന് പറയുന്ന വലിയ സംഭവമാണ്. എനിക്ക് തോന്നുന്നത് ഇവിടെ ഖുർആൻ ഓതിയ യൂനുസ് സാഹിബിന്റെ യാ അയ്യുഹന്നാസ് കൊണ്ട് പിന്നെ ചൊല്ലിയത് മുജാഹിദാണ്, ജിഹാദാ പറഞ്ഞത്. ഒരു ജിഹാദിന് അനിവാര്യമായ ആ ജിഹാദ് പല അർത്ഥമുണ്ട്. ആ യുദ്ധം എന്ന് പറഞ്ഞത് ഞാൻ അതാ പറഞ്ഞത്, ബാലറ്റ് ചികിത്സ പറഞ്ഞത്. ജിഹാദ് എന്ന് പറഞ്ഞത് നമ്മുടെ രാജ്യത്ത് ഹുബ്ബുൽ വതൻ, രാജ്യസ്നേഹം വിശ്വാസത്തിന്റെ ഭാഗമായി എന്ന് പറയുന്ന നമ്മൾ ഇപ്പം തന്നെ ഞാൻ ഈ ഹജ്ജ് കാലത്ത് നോക്കി, അഹമ്മദ് സാഹിബൊക്കെ കേന്ദ്രമന്ത്രിയായപ്പോൾ നൽകിയ എംബാർക്കേഷൻ പോയിന്റ് 12 കട്ട് ചെയ്തത്. ലബൈക്ക് അല്ലാഹുമ്മ ലബൈക്ക് എന്ന് ചൊല്ലി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നാദാ നിന്റെ വിളിക്കുത്തരമേകി ഞങ്ങളിതാ തെൽബിയത്തിൽ അലിചേരാൻ ഞങ്ങൾ വരുന്നുവെന്ന് പറഞ്ഞ എംബാർക്കേഷൻ പോയിന്റ് ഇന്ത്യയിൽ കട്ട് ചെയ്യപ്പെട്ടത് 12 ഗോഹട്ടിയിൽ ഉൾപ്പെടെ. അപ്പം നമ്മുടെ രാജ്യത്ത് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്ത് വലിയ അളവിൽ, വലിയ അർത്ഥത്തിൽ അപകടകരമായ ഒരു സംഗതി രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സംഗതികൾ അതാണ് നമ്മുടെ രാജ്യത്ത്. ഇപ്പോൾ കശ്മീർ ഉൾപ്പെടെ, കശ്മീരിൽ ഓരോ സംഗതി. ഉമർ അബ്ദുള്ള കശ്മീരിൽ നിയമസഭക്കകത്ത് അടുത്ത പ്രസംഗം എന്താ? നമ്മുടെ രാജ്യസ്നേഹം വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രഖ്യാപനമാണ്. പക്ഷെ എന്നിട്ട് പോലും കാശ്മീരിലെ പുതിയ സംഭവവികാസങ്ങളുടെ പേരിൽ ഏറ്റവും സോഫിയ ഖുറൈശി, നിങ്ങളത് ആലോചിച്ചു. നമ്മുടെ രാജ്യം ഒന്നാമത്തെ ദിവസം വാർത്താ സമ്മേളനത്തിൽ സോഫിയ ഖുറൈശി ഇരിക്കല്ലേ? സോഫിയ ഖുറൈശി ഇരുന്നിട്ടില്ലേ രാജ്യത്തിന് അഭിമാനകരമായി കാര്യങ്ങൾ പറയുന്നത്? ആ സോഫിയ ഖുറൈശിക്കെതിരായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും മോശപ്പെട്ട വർത്തമാനം പറഞ്ഞ ആരാ? രാജ്യത്തിലെ സമുന്നതമായ പാർട്ടിയുടെ മന്ത്രിമാരും MP-മാരും MLA-മാരുമാണ്. നമ്മുടെ രാജ്യത്തിന്റെ പോരാട്ടത്തിന്റെ നായികക്കെതിരെ. അപ്പം നമ്മുടെ രാജ്യത്ത് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയെ, എന്തിനേറെ കഴിഞ്ഞ ഓഗസ്റ്റ് 15 രാജസ്ഥാനിൽ പതാക ഉയർത്തുന്ന ഒരു മന്ത്രി പതാക ഉയർത്തി കഴിഞ്ഞപ്പോൾ ഭാരതാംബയും ഭാരത് മാതാക്കി ജയ്യും ഒക്കെയാണ്. അവിടെ സാരെ ജഹാൻസെ ഇല്ല, ജനഗണമനയില്ല. അപ്പം നമ്മുടെ രാജ്യത്ത് ഒരു പുതിയ മാറ്റം, ഒരു നാഷണാലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ സത്യത്തിൽ കൊളോണിയൽ യുഗത്തിൽ നിന്നാണ് സ്വാതന്ത്ര്യം വാങ്ങിച്ചത്. 47 ഓഗസ്റ്റ് 15 യൂണിയൻ ജാക്കിന്റെ പതാക താഴ്ത്തി ത്രിവർണ്ണ പതാക ഉയർത്തി സാരെ ജഹാൻസെ അച്ഛാ ഹിന്ദു സിത്താൻ ഹമാര. പക്ഷെ ഇപ്പോൾ ഉള്ളത് അറിയാം, ആ കൊളോണിയൽ യുഗത്തിൽ നിന്ന് വന്ന് അദാനിയുടെ അംബാനിയുടെ ഒക്കെ കോർപ്പറേറ്റ് യുഗത്തിലേക്ക് മാത്രമല്ല, ഒരു പുതിയ ഹിന്ദുത്വ രാജ്യം ഉണ്ടാക്കുക എന്നുള്ളത്, പുതിയൊരു ഹിന്ദുത്വ രാജ്യം ഉണ്ടാക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആലോചിച്ചൊക്കെ ഇപ്പോൾ ഇർഫാൻ ഹബീബിനെ പോലുള്ള ചരിത്രകാരന്മാരൊക്കെ പറഞ്ഞത് വിധിക്ക് കീഴടങ്ങുക മാത്രമേ ഇനി വഴിയുള്ളൂ. അല്ല, ഈ മഹാമാരിക്ക് മുമ്പിൽ കീഴടങ്ങാൻ സമയമായിട്ടില്ല. ആർക്ക് തീരുമാനമുണ്ടോ? മഹാമാരിക്ക് മുമ്പിൽ കീഴടങ്ങാനായിട്ടില്ല. അത് വളരെ കൃത്യമായി എത്രയോ ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പോയ സാംസ്കാരിക നായകന്മാർ പറഞ്ഞത് ഞങ്ങൾ 2 ഇന്ത്യയിൽ നിന്നാണ് വരുന്നതെന്നാണ്. ഇന്ത്യ 2ആയിരിക്കുന്നു. മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരായ ഒരു ഇന്ത്യ രൂപപ്പെട്ടു വരികയാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരായ ഒരു ഇന്ത്യ. നമ്മുടെ മഹാത്മാഗാന്ധിജിയുടെ പേരക്കുട്ടി തുഷാർ ഗാന്ധി പറഞ്ഞത് ഇൻ ന്യൂ ഇന്ത്യ മുസ്ലിം കമ്മ്യൂണിറ്റീസ് ആർ ഹീറോസ്. നമ്മൾ ഹീറോസാണ്. തുഷാർ ഗാന്ധിക്ക് പറയേണ്ടി വന്നു. തുഷാർ ഗാന്ധിക്ക് അത് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഏത് മേഖലയിലും പ്രയാസങ്ങൾ നേരിട്ടുണ്ട്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, ഏത് കല്യാണത്തിൻ്റെ കാര്യത്തിൽ, ആരാധനാലയങ്ങളുടെ കാര്യത്തിൽ, വലിയ വലിയ വിഷയങ്ങൾ. നിങ്ങളതൊക്കെ ബുൾഡോസർ വെച്ചല്ലേ പള്ളികൾ തകർക്കുന്നത്? ബുൾഡോസർ വെച്ചാൽ പള്ളികൾ തകർക്കുന്നത്. കോടതി, സുപ്രീം കോടതി അവസാനം സ്റ്റോപ്പ് എന്ന് പറയുന്നത് വരെ. അതുകൊണ്ട് ഈ രാസമാറ്റങ്ങളൊക്കെ കണ്ട് നമ്മുടെ രാജ്യത്തെ രക്ഷപ്പെടുത്താനുള്ള ഒരു വലിയ പണി, നമ്മൾ സ്വാഭാവികമായ ഒരു പോരാട്ടം എന്ന് പറയുന്നത് ആ പോരാട്ടത്തിൻ്റെ മുമ്പിലാണ്. ഇപ്പോൾ ഈ കേരളത്തിൽ പോലും വലിയ വർത്തമാനങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കൂ. ഞാൻ കേരളത്തെക്കുറിച്ച് പറയുന്നത് കേരളത്തിലെ വലതുപക്ഷമായാലും ഇടതുപക്ഷമായാലും നല്ല സാക്ഷര രാഷ്ട്രീയം ഉള്ള ഒരു മണ്ണാണ്. പക്ഷേ കേരളത്തിൽ പോലും ഏറ്റവും അവസാനമായി മലപ്പുറത്ത് പോയിട്ട് ആ വെള്ളാപ്പള്ളി പറഞ്ഞത് ഈ നാട് മോശമാണ്, ഈ നാട് മോശമാണ്. റംസാൻ കാലത്ത് ഒരു വെള്ളം കിട്ടൂല എന്ന് പറഞ്ഞ നേതാവ് ഈ നാട്ടിലുണ്ട്. ഞാൻ രാഷ്ട്രീയം പറയല്ല. ഏതാ മലപ്പുറം? നിങ്ങൾ നാലിച്ചൊക്കെ ഏതാ മലപ്പുറം? ഇപ്പം ഞാൻ ഓർമ്മിക്കുന്നത് മദ്രാസിൽ ക്രിക്കറ്റിൽ വിഘ്നേഷ് 6 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ വിഘ്നേഷിനോട് പത്രക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പൊന്നെ മോനെ ഈ ക്രിക്കറ്റിൽ നിനക്ക് ആരാ ഇത്രയും എക്സ്പീരിയൻസ്? എൻ്റെ ഷെരീഫ് മൗലവിയാന്ന് പറഞ്ഞു. നമ്മുടെ നാട് അങ്ങനെയാണ്. ഞാൻ എറണാകുളത്ത് സംസാരിക്കുന്നു. ഞാൻ കഴിഞ്ഞ തവണയും ഇത്തവണയും നീറ്റ് പരീക്ഷയ്ക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്. എറണാകുളത്തെ എത്രയെത്ര പള്ളികളാണ് നീറ്റ് പരീക്ഷയ്ക്ക് വന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വേണ്ടി താവളം ഒരുക്കി കൊടുത്തത്.
സാമുദായിക സൗഹൃദത്തിൻ്റെ മഹോന്നതമായ മാതൃക ഈ മണ്ണിൽ നിന്നുണ്ടായി. ഇത്തവണ തിരുവനന്തപുരത്ത് പൊങ്കാല ഇത്രയേറെ രൂക്ഷമായ സാമൂഹിക സാഹചര്യത്തിലും പൊങ്കാലയ്ക്ക് വന്ന ഹൈന്ദവ സഹോദരിമാർക്ക് പള്ളി തുറന്നു കൊടുത്തത് പാളയം പള്ളിയും മണക്കാട് ജുമാഅത്ത് പള്ളിയാണ്. ഈ നാട്ടിൽ ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ അനുഭവങ്ങളൊക്കെ സാക്ഷി നിർത്തി പറയട്ടെ, ഈ രാസമാറ്റം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കേരളത്തിൽ ഡിഫെൻഡ് ചെയ്ത് നിന്നാൽ പോലും കേരളം പോലുള്ള സംസ്ഥാനത്ത് പോലും പുതിയ പുതിയ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതിൻ്റെയൊക്കെ കൂട്ടത്തിലാണ് ഈ വഖഫ് നിയമം വന്നത്. ഞാൻ മനസ്സിലാക്കിയത് കഴിഞ്ഞ തവണ ഒരു അഭിഭാഷകൻ വളരെ കൃത്യമായി പറഞ്ഞു, ഈ വഖഫ് നിയമത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഇത് ഇന്ന് മൂന്നാം മോഡി ഗവൺമെൻറ് വന്നപ്പോൾ വളരെ പെട്ടെന്ന് പാസ്സായ നിയമമൊന്നുമല്ല. യഥാർത്ഥത്തിൽ വഖഫ് നിയമം എന്ന് പറയുന്നത് ഈ മാറ്റമുണ്ടാക്കാൻ യഥാർത്ഥത്തിൽ BJP നേരത്തെ പ്ലാൻ ചെയ്തത്. അതിന് ഏറ്റവും വലിയ തെളിവെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഡൽഹിയിൽ RSSുമായി ബന്ധമുള്ള അശ്വിനി ഉപാധ്യായ അദ്ദേഹം സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കുക. 95 വഖഫ് ആക്ട് രാജ്യത്തിലെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്, അത് ദുർബലമാക്കണം. സുപ്രീം കോടതി ആ കേസ് തള്ളുക. പിന്നെ രാജ്യസഭയിൽ BJPയുടെ MP ഹർനാഥ് സിംഗ് ഒരു പ്രമേയം കൊണ്ടുവരികയാണ്, ഒരു സൊല്യൂഷൻ കൊണ്ടുവരിക, റെസൊല്യൂഷൻ. ആ റെസൊല്യൂഷനും ഭൂരിപക്ഷം കിട്ടാതെ പോയി. ഇതെല്ലാം രണ്ടാം മോഡി കാലത്താണ്. അപ്പോൾ മൂന്നാം മോഡി വരുന്നതിന് മുമ്പ് തന്നെ ഇത് പ്ലാൻ ചെയ്തു. അതുകൊണ്ടാണ് മോഡി വന്ന ഉടനെ തന്നെ കിരൺ റിജിജു ന്യൂനപക്ഷ മന്ത്രി ഈ ബില്ല് അവതരിപ്പിക്കുക. മോഡി വന്നിട്ട് ഒരു കൊല്ലാവുന്നല്ലേ ഉള്ളൂ. ആ സമയത്ത് തന്നെ ഇത് അവതരിപ്പിക്കുന്ന സമയത്ത് കിരൺ റിജിജുവിൻ്റെ പാർലമെൻറ്റ് സ്പീച്ച് പറഞ്ഞത് രണ്ട് കാര്യമാണ്. ഒന്ന്, ഈ വഖഫ് നിയമം വഖഫ് മാഫിയയിൽ നിന്ന് വഖഫിനെ രക്ഷിക്കുക എന്നുള്ളതാണ് പ്ലാൻ നമ്പർ 1. പ്ലാൻ നമ്പർ 2 എന്ന് പറഞ്ഞത് സ്ത്രീ സമൂഹത്തിൻ്റെ ശാക്തീകരണത്തെ ലക്ഷ്യം വെച്ച് ലാക്കാക്കിയാണ്. വന്നു ലോക്സഭയിൽ വലിയ ചർച്ച. എല്ലാ പാർട്ടികളും, കോൺഗ്രസ് ഉൾപ്പെടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെ, ലീഗ് ഉൾപ്പെടെ എല്ലാ പാർട്ടികളും, ജനാധിപത്യ മതേതര പാർട്ടികളൊക്കെ വളരെ സീരിയസ് ആയി ഇതിനെ അറ്റാക്ക് ചെയ്തു. ആ അറ്റാക്ക് ചെയ്ത സമയത്ത് JPC വരികയാണ്. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ മെത്തേഡ് എങ്ങനെയാണ്? ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഇപ്പോൾ രാജീവ് ഗാന്ധിയുടെ ബഫേഴ്സിൻ്റെ കാലത്ത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിലെ മന്ത്രി രാജയ്ക്കെതിരെ കർശന ആരോപണം വന്നപ്പോൾ JPC വന്നിട്ടുണ്ട്. ഈ തവണ JPC വന്നപ്പോൾ JPCയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രാതിനിധ്യമുള്ള പാർട്ടികളുടെ പങ്കാളിത്തമാണ്. 5 MP-മാരുള്ള മുസ്ലിം ലീഗ് പാർട്ടിയെ അവോയ്ഡ് ചെയ്ത് JPC വന്നു. ജഗദാംബിക പാൽ ചെയർമാനായി JPC. പാർലമെന്റിൽ അത് സംബന്ധിച്ച് KC വേണുഗോപാലിനെ പോലെ NK പ്രേമചന്ദ്രനെ പോലെയുള്ള ആളുകൾ വളരെ ശക്തമായി പറഞ്ഞു, എന്തിനാണ് ഇതിനകത്ത് ഒരു നോൺ മുസ്ലിമിനെ ഇൻക്ലൂഡ് ചെയ്തത്? എന്തിനാണ് നോൺ മുസ്ലിമിനെ ഇൻക്ലൂഡ് ചെയ്തത്? കാര്യങ്ങൾക്ക് മുമ്പിൽ JPC വന്നു. ആ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാര്യക്ഷമതയുടെ പേരിൽ, ക്രിയേറ്റിവിറ്റിയുടെ പേരിൽ, ഡെവലപ്മെൻറ്റിൻ്റെ പേരിലൊക്കെയാണ് ഈ സംഗതി വന്നത്. വാട്ട് ഈസ് മീൻ ബൈ വഖഫ്? വഖഫ് എന്ന് പറയുന്നത് ദൈവപ്രീതി കാംക്ഷിച്ച് ആളുകൾ വഖഫ് ചെയ്യുന്ന സ്വത്തുക്കൾ, അതിൻ്റെ സമ്പൂർണ്ണമായ അധികാരം അള്ളാഹുവിൽ നിക്ഷിപ്തമാണ്. ആ സ്വത്തുക്കളെ സംബന്ധിച്ച് JPC ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി വന്നു. അവർ സിറ്റി നടത്തി. ഞങ്ങൾ ബാംഗ്ലൂരിൽ പോയി 1 മണിക്കൂർ സിറ്റി നടത്തിയിട്ട് ഈ നിയമത്തിലെ 1 by 1 ആയി ഓരോ കാര്യങ്ങൾ ഉണർത്തിയതിന് ശേഷം ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ജഗദാംബിക പാൽ ഞങ്ങളോട് ഒറ്റ ചോദ്യം ചോദിച്ചിട്ടു, വാട്ട് അബൌട്ട് ചെറായി? ഈ ബില്ലുമായി ഒരു പുലബന്ധമില്ലാത്ത, ഈ ബില്ലുമായി, ഈ ഡിസ്കഷനുമായി ഒരു ബന്ധമില്ലാത്തത്. വാട്ട് അബൌട്ട് ചെറായി? ചെറായി വേറെ വിഷയം പറയാം. ചെറായി പറയുമ്പോൾ കേരളത്തിൻ്റെ സാമൂഹികമായ സാഹചര്യം വേറെ പറയണം. പക്ഷേ ബില്ല് വന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. എന്താ ഡിസ്കഷൻ? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ മീനിങ് ഓഫ് വഖഫാണ് ഒന്നാമത്തെ വിഷയം. 3 types ഓഫ് വഖഫ് ഉണ്ട്. വഖഫ് ബൈ യൂസർ ഉണ്ട്, വഖഫ് ബൈ ഓറൽ ഉണ്ട്, വഖഫ് ബൈ ഡോക്യുമെന്റ്. ഉപയോഗത്താലുള്ള വഖഫുണ്ട്, വാക്കാലുള്ള വഖഫുണ്ട്, ആധാരപ്രകാരമുള്ള വഖഫുണ്ട്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആധാരപ്രകാരമുള്ള വഖഫേ ബാക്കിയുള്ളൂ. എന്താ കാരണം എന്നറിയോ? ഇപ്പോൾ കേരളത്തിൽ തന്നെ കോഴിക്കോട് വഖഫ് ട്രിബ്യൂണൽ മിനിയാന്നൊരു ഓർഡർ പറ്റുന്നുണ്ട്. എന്താ ഓർഡർ? കണ്ണംപറമ്പ് ശ്മശാനം. ഇവിടെ ബഹുമാനപ്പെട്ട ഒരുപാട് ആളുകളുണ്ടല്ലോ. കണ്ണംപറമ്പ് എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ട് മന്ത്രി ഉമ്മർ കോയെ പോലെ, PM അബൂബക്കറിനെ പോലെ, മൊയ്തു മൊയ്ലിയെ പോലെ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ, ഒളിമ്പിയർ റഹ്മാൻ പോലെ, അതുപോലെ CP കുഞ്ഞ് MLA പോലെ എത്രയോ സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ പ്രവർത്തകന്മാർ മരിച്ചു കിടക്കുന്ന മണ്ണ കണ്ണംപറമ്പ്. ആ കണ്ണംപറമ്പ് ഭൂമിയുടെ പ്രത്യേകത എന്നറിയോ? കോളർ വന്ന് വസൂരി വന്ന് ആളുകൾ മരിക്കുന്നൊരു കാലമുണ്ട്. അന്ന് മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ പത്രക്കാർ റിപ്പോർട്ട് ചെയ്തത് മരിച്ചുപോയ സ്ത്രീയുടെ മയ്യത്തിൻ്റെ മുകളിൽ നിന്ന് മുല കുടിക്കുന്ന കുഞ്ഞിൻ്റെ ചിത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാലം. അങ്ങനെ മറമാടിയ കണ്ണംപറമ്പ് ശ്മശാനത്തിൽ കഴിഞ്ഞ ആഴ്ച ട്രിബ്യൂണൽ പറഞ്ഞത്, ഈവൻ നൗ ടാക്സ് സ്റ്റാൻഡ്സ് ഇൻ ദ നെയിം ഓഫ് കാലിക്കറ്റ് കോർപ്പറേഷൻ, അതുകൊണ്ട് ഇത് വഖഫേ അല്ല.
ഇത് കേരളത്തിൻ്റെ കഥയാണ് പറഞ്ഞത്. ഉത്തരേന്ത്യയിൽ ഇങ്ങനെ ധാരാളം വരും. ഓറൽ വഖഫ് പോവും, യൂസർ വഖഫ് പോവും. ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത് പുതിയ ഈ ആക്ട് പേരിന് ഉമീദ് ആക്ട് എന്നാണ്. വഖഫ് ആക്ട് പോയി. ഉമീദ് ആക്ടിൽ പോർട്ടലിലേക്ക് പോകണമെങ്കിൽ ഡോക്യുമെൻ്റ് വേണം. നമ്മളെ പേര് ചെക്കറെന്നും നമ്മുടെ ഡിവിഷണൽ ഓഫീസറുടെ പേര് ചെക്കറെന്നും നമ്മുടെ സിഇഒയുടെ പേര് അപ്രൂവർ എന്നും ഇത് തീരുമാനിക്കപ്പെടേണ്ടത് ജില്ലാ കളക്ടർ. ഡോക്യുമെൻ്റ് ഇല്ലാത്ത വഖഫ് രജിസ്റ്റർ ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് പലരും ചോദിക്കുന്നുണ്ട് ഇനി ചെയ്യാൻ പറ്റുമോ? പാർലമെൻറ്റിൽ ബില്ല് പാസ്സായി. അപ്പോൾ ആദ്യം നിങ്ങളെ ഡെഫിനേഷൻ വഖഫ് പോയി. ഇനി രണ്ടാമത്തെ ആർക്ക് വഖഫ് ചെയ്യാനാണ്? നിലനിൽക്കുന്ന നിയമത്തിലെ സെക്ഷൻ 104 പറഞ്ഞത് എനി പേഴ്സൺ പ്രൊഫസിങ് അതർ ദാൻ ഇസ്ലാം, ഇസ്ലാം മതത്തിൽ വിശ്വസിക്കാത്ത ആളിനും വഖഫ് ചെയ്യാം. പക്ഷേ മുത്തവല്ലിയാകാൻ പറ്റില്ല. എത്രയോ കോടതി വിധികളുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ പുതിയ നിയമത്തിൽ പറഞ്ഞത് നോൺ മുസ്ലിമിനെ വഖഫ് ചെയ്യാനേ പറ്റില്ല. അവിടെയാണ് രാജ്യത്തിലെ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ സ്വത്ത്, ഞാനൊരു നോൺ മുസ്ലിമാണെന്ന് കരുതി എൻ്റെ പ്രോപ്പർട്ടി എങ്ങനെ ക്രയം ചെയ്യണം, എങ്ങനെ വിക്രയം ചെയ്യണം എന്നുള്ള അധികാരം പോലും കർത്തയിൽ പോവുക. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇന്ത്യയിൽ നമ്മളെന്തിനാ കൊടുങ്ങല്ലൂർ പോയാൽ പോരെ? കൊടുങ്ങല്ലൂർ ചേരമാ ജുമാ മസ്ജിദ് ഞാൻ എത്ര തവണ പോയതാണ്. അവിടെ കയറുമ്പോൾ അവിടെ സ്വർണ്ണത്തിൻ്റെ തലപ്പളികയിൽ എഴുതി വച്ചിട്ടുണ്ട് രാജാവിൻ്റെ പേര്. കേരളത്തിലെ എത്ര പ്രോപ്പർട്ടികൾ നോൺ മുസ്ലിംസ് തന്ന പ്രോപ്പർട്ടികളുണ്ട്. ഈ അടുത്ത് വയനാട് ബത്തേരി എന്നൊരു കമ്മ്യൂണിറ്റിയിൽ ഒരാളുകൾ വന്നിട്ട് പറഞ്ഞു ജൈന കമ്മ്യൂണിറ്റി തന്ന 2.5 ഏക്കർ ഭൂമിയാണ്. ഇപ്പോൾ അവിടുത്തെ BJP-ക്കാരും RSS-കാരും ഡോക്യുമെൻ്റ് ചോദിക്കുകയാണ്. അപ്പോൾ ഇനിമേൽ നിങ്ങൾ ആലോചിക്കേണ്ടത് എനി പേഴ്സൺ പ്രൊഫസിങ് അതർ ദാൻ ഇസ്ലാം എന്ന് പറയുന്ന നോൺ മുസ്ലിമിനെ ഒരു വഖഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂല എന്നുള്ളത് പുതിയ നിയമത്തിൽ. മൂന്നാമത്തെ രജിസ്ട്രേഷൻ. ഇവിടെ കാസക്കാരൊക്കെ നമ്മുടെ ചാനലിൽ കയറിയിട്ട് സെക്ഷൻ 40 അറ്റാക്ക് ചെയ്യാം. എന്താ സെക്ഷൻ 40? ഒരു സുപ്രഭാതത്തിൽ ഒരാളിങ്ങനെ ഇത് വഖഫാണെന്ന് ചൂണ്ടിക്കാണിച്ചാൽ വഖഫാവൂല. ആഫ്റ്റർ ഗെറ്റിംഗ് എനി ഇൻഫർമേഷൻ ഫ്രം റിലയബിൾ സോഴ്സ്, നമുക്കൊരു യുക്തമായൊരു വിവരം കിട്ടുകയാണ്. ഇന്ന ജില്ലയിൽ, ഇന്ന താലൂക്കിൽ, ഇന്ന അംശം, ഇന്ന ദേശം, ഇന്ന സർവേ, ഇന്ന റീസർവേയിൽ വഖഫാണ് എന്ന് കിട്ടിയാൽ ദെൻ ഹോൾഡിങ് എൻ എൻക്വയറി, ഒരു എൻക്വയറി നടത്തും. എൻക്വയറി നടത്തിയിട്ട് ആർക്കെങ്കിലും തമ്മിൽ തർക്കമുണ്ടെങ്കിൽ അവിടെ ആ തർക്കിക്കുന്ന ആളെ കേട്ട് ഹിയറിങ് എന്നതിന് ശേഷം ആ വഖഫായി ഡിക്ലെയർ ചെയ്തത്. ഇപ്പോൾ ഗാസക്കാരൊക്കെ നാട് മുഴുവൻ കുഴപ്പമുണ്ടാക്കുക. ഇപ്പോൾ സെക്ഷൻ 40 അനുസരിച്ച് ഇനി ഹോൾഡിംഗ് എൻക്വയറി രജിസ്ട്രേഷനും എല്ലാം തന്നെ പോവുകയാണ്. കലക്ടർ റാങ്കിലുള്ള ആളേക്ക് പോവുകയാണ്. അല്ലെങ്കിൽ തന്നെ കലക്ടർ ആരാണ്? കലക്ടർ ഡെഫിനിഷൻ തരുമോ? സർവീസ് ഡയറിയിൽ ബിസിയസ്റ്റ് സിവിൽ സർവൻറ്റിനാണ്, ഏറ്റവും ബിസിയസ്റ്റ് സിവിൽ സർവൻറ്റാണ്. ഇനി കലക്ടർമാരെ വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ള വേറെ ചോദ്യം. അത് ഞാൻ വേറെ ആംഗിളിൽ പറയാം. ഈ കേരളത്തിൽ നോർത്ത് ഇന്ത്യയിൽ പറ്റൂല. എന്തുകൊണ്ട്? ഇപ്പോൾ നിങ്ങളറിയോ ബുൾഡോസർ രാജും പള്ളി പൊളിക്കാനും ഒക്കെ ഉത്തരവിട്ട ആളുകളാരാ? അവിടത്തേക്ക് ഒന്നും പോണ്ട. ബാബരി മസ്ജിദ് രാമജന്മഭൂമി തർക്കമുണ്ടായി. അതിൻ്റെ ഡൈവേർട്ടിംഗ് പോയിന്റ് എങ്ങനെയാണ്? കേരളത്തിലെ പത്തനംതിട്ടക്കാരനായ KK നായർ എന്ന് പറഞ്ഞ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിൻ്റെ റിപ്പോർട്ടാണ്. മീറാമിൻ്റെ താഴെ വിഗ്രഹമുണ്ട്. ഞാൻ ഈ അടുത്ത് തിരുവനന്തപുരത്ത് ഒരു പുസ്തകശാലയിൽ കയറുമ്പോൾ KK നായർ അറിയപ്പെടാത്ത പോരാളി, ഒരു പുസ്തകം അയാൾ ജീവിതത്തിൽ ചെയ്തൊരു പോരാട്ടം ഒരു പള്ളി അമ്പലാക്കി കൊടുത്തത്. അപ്പോൾ കലക്ടർ മുമ്പിലേക്ക് പോയാൽ സ്വാഭാവികമായി ആധാരമില്ലാത്ത അല്ലെങ്കിൽ യൂസർ വഖഫ് അല്ലെങ്കിൽ ഓറൽ വഖഫ് അത് സംബന്ധിച്ച് തർക്കം വരുമ്പോൾ തീരുമാനിക്കേണ്ടത് സിവിൽ ഓഫീസറായി സംഗതി മാറുകയാണ്. ഇപ്പോൾ രജിസ്ട്രേഷനിലേക്ക് പുതിയ തർക്കങ്ങൾ വരികയാണ്. ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഒരാൾ മുസ്ലിമായാൽ 5 കൊല്ലം പ്രാക്ടിക്കൽ മുസ്ലിമാകും എന്നാലേ വഖഫ് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ തന്നെ നാട്ടിൽ മുസ്ലിം തന്നെ നാനാജാതി മുസ്ലിം. ഇപ്പോൾ പുതിയൊരു മുസ്ലിം ഉണ്ട്, എക്സ് മുസ്ലിം. എല്ലാ യൂട്യൂബിലും വരുന്നത് എക്സ് മുസ്ലിം. ഇനി പറഞ്ഞത് പ്രാക്ടിക്കൽ മുസ്ലിം. ആരാ പ്രാക്ടിക്കൽ മുസ്ലിമിനെ ഡിഫൈൻ ചെയ്യാം? എന്നോടൊരാൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. സൈനുദ്ദീൻ, എൻ്റെ ഉമ്മ മുസ്ലിം, ഉപ്പ മുസ്ലിം, എല്ലാവരെയും കബറടക്കിയതും പള്ളിയിൽ, എൻ്റെ കല്യാണം ഇസ്ലാമിൽ, ഞാൻ നിസ്കരിക്കലേ ഇല്ല, ഞാൻ മുസ്ലിം ആവുക. ഞാനെന്താ ഉത്തരം പറയട്ടെ? ബെസ്റ്റ് ക്വസ്റ്റ്യനാണ്. ആരാ ഉത്തരം? പ്രാക്ടിക്കൽ മുസ്ലിമാണ്. 5 കൊല്ലം പ്രാക്ടിക്കൽ മുസ്ലിം ആയാലേ വഖഫ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. എന്തിനാ കൊണ്ടുവന്നറിയോ? അതിനൊക്കെ ഒരു ചരിത്രമുണ്ട്. ഈ ഗ്രാമീണ മേഖലയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നോർത്ത് ഇന്ത്യയിലെ തമിഴ്നാട്ടിലൊക്കെ പിന്നൊക്കെ പീഡിത പ്രദേശങ്ങൾ ആളുകൾ താമസിക്കുന്നിടത്ത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ശഹാദത്ത് കലിമയിൽ ഇസ്ലാമിലേക്ക് ഒരാൾ വന്നാൽ അതാണല്ലോ വലിയ ഇഷ്യൂ ഉണ്ടാകുന്നത്, മതപരിവർത്തനം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു സംഗതി വന്നാൽ ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാൽ തൻ്റെ കൊച്ചുകൂര പോലും ബൈത്തുള്ള അള്ളാഹുവിൻ്റെ വീടായി പ്രഖ്യാപിച്ച് 5 നേരം നിസ്കരിക്കാൻ അയാളെ കൊണ്ട് പറ്റൂല. 5 കൊല്ലം പ്രാക്ടിക്കൽ മുസ്ലിം ആയാലേ
ഒരാളിന് ഒരു കൂര, ഒരു പ്രദേശത്ത് 40 കുടുംബം ഇസ്ലാമിലേക്ക് വന്നാൽ പോലും പറ്റും. ഞാൻ ചോദിക്കാം, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം കപിൽ സിബലൊക്കെ ആർഗ്യുമ്പോൾ ചോദിച്ച ചോദ്യമല്ലേ, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഡിപ്രൈവ് ചെയ്യാൻ, നമ്മുടെ പ്രോപ്പർട്ടി എക്വയർ ചെയ്യാനും അത് ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് നമ്മുടെതാണ്. എൻ്റെ സ്വത്ത് ഞാൻ എക്വയർ ചെയ്യുന്നു ലീഗൽ മാനർ, ഞാൻ ഡിസ്പോസ് ചെയ്യുന്നു ലീഗൽ മാനർ, പറ്റൂല എന്നാണ് പറഞ്ഞത്. 4ാമത്തെ സംഗതി അതാണ്. 5ാമത്തത് ബോർഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പം നിങ്ങൾ നാലിച്ചോക്കും, ഒരു ഡെമോക്രസി ബോർഡിനകത്തുണ്ട്. എങ്ങനെയാണ് ഡെമോക്രസി? 95-ലെ ആക്ടിലെ അമെൻമെൻറ്റ് വന്നു, 2013 അമെൻമെൻറ്റ് വന്നു. 95-ൽ വന്നപ്പോൾ മുസ്ലിം MLA-മാരുടെ പൂളിൽ നിന്ന് 2 പേര്, മുസ്ലിം MP-മാരുടെ പൂളിൽ നിന്ന് ഒരാൾ, മുസ്ലിം ബാർ കൗൺസിൽ മെമ്പറിൽ നിന്ന് ഒരാൾ, മുത്തവല്ലി പൂളിൽ നിന്ന് 2 പേര്. അപ്പോൾ ടോട്ടൽ വരുമ്പോൾ 2, 2, 4, 1, 5, 6ആയി. 3 പേരെ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്ത് വരികയാണ്. അപ്പം നല്ല ബോഡിയാവും, അതിനകത്ത് ഡെമോക്രസി ഉണ്ടാവും. ഡിസെൻഡ് ചെയ്തേണ്ടി വരും. ഞാനൊക്കെ എത്രയോ തവണ ഡിസെൻഡ് ചെയ്തേണ്ടി വരും. ആ രൂപത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. 2013-ലൊരു അമെൻമെൻറ്റ് വന്നു. എന്താ അമെൻമെൻറ്റ്? 2 ലേഡീസ് വേണം, മുസ്ലിം ലേഡീസ്. 2013 മുതൽ ലേഡീസ് ഉണ്ട്. എന്നിട്ടാണ് ഇപ്പോൾ പറയുന്നത് അറിയോ? ഇപ്പോൾ പറയുന്നത് സ്ത്രീ ശാക്തീകരണം. ഇനി പുതിയ നോമിനേഷൻ്റെ കഥ എന്തറിയോ? നോമിനേഷൻ എന്ന് പറയുന്നതിൽ എല്ലാവരും ഭയപ്പെട്ട് ചോദിക്കുന്നത് 2 പേര് മാത്രമല്ലേ ഹിന്ദു? അല്ല, മുസ്ലിം എന്ന് പറയുന്നതിൽ എല്ലാറ്റിലും മുസ്ലിം പോയിട്ടുണ്ട്. 10-ൽ 8 പേര് വരെ ഹിന്ദു ആവാം. 10-ൽ 8 പേര് വരെ ഹിന്ദു ആവാം. എന്താ അതിൻ്റെ സംഗതി? നിങ്ങളൊന്ന് ആലോചിക്കേണ്ട, ഇന്ത്യയിലെ 10-18 സ്റ്റേറ്റ് ഫാസിസ്റ്റുകൾ ഭരിച്ചുകൊണ്ടിരിക്കുക. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഭരണകക്ഷിക്ക് മുസ്ലിം MP-മാരില്ലാത്ത ഭരണമാണ് മോഡിയുടേത്. ഭരണകക്ഷിയിൽ മുസ്ലിം MP ഇല്ലാത്ത ഒരു ഭരണം മോഡിയുടേതാണ്. അപ്പോൾ ഓരോ സ്റ്റേറ്റിലും നിങ്ങൾ പരിശോധിക്കപ്പെടേണ്ടത് MP കോട്ടയിൽ, MLA കോട്ടയിൽ, മുത്തവല്ലി കോട്ടയിൽ ഒക്കെ വരുമ്പോൾ സംഭവിക്കുന്നത്, MP കോട്ടയിൽ മുസ്ലിം ആവണമെന്നില്ല, MLA കോട്ടയിൽ മുസ്ലിം ആവണമെന്നില്ല, ബാർ കൗൺസിൽ മെമ്പർ മുസ്ലിം ആവണമെന്നില്ല, ഗവൺമെൻറ് സെക്രട്ടറി മുസ്ലിം ആവണമെന്നില്ല. മുത്തവല്ലി കോട്ടയിൽ നിന്ന് 2 BJP അനുകൂലിക്കുന്ന 2 പേരെ അവർ കൊണ്ടുവരും. അപ്പോൾ ചുരുക്കി വന്നാൽ ഈ ബോർഡിനകത്ത് 2 പേരെ വെച്ച് ബാക്കി മുഴുവൻ ആളുകളും ഹിന്ദുക്കൾ ഇരിക്കുന്ന ബോർഡ്. അതുകൊണ്ട് എന്താ പ്രയാസം? വഖഫിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നനച്ചൊക്കെ രാജ്യത്ത് എത്ര മതങ്ങൾ, ഇപ്പോൾ ഹിന്ദു കമ്മ്യൂണിറ്റി, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, ഞാൻ പറയാം, ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് ദേവസ്വം കോഡിഫൈഡ് ചെയ്ത ഒരു ദേവസ്വം നിയമമില്ല. അതിനവർ പ്രത്യേക കാരണം കൊച്ചു കേരളത്തിൽ തന്നെ പറയുന്നതറിയോ? പണ്ട് ദേവസ്വത്തിൻ്റെ കേന്ദ്രീകരിച്ച ഒരു നിയമം കൊണ്ടുവരാൻ നോക്കിയപ്പോഴാണ് അന്ന് രാമണ്യക്കുറുപ്പിന് PR കുറുപ്പിന് രാജിവെച്ച് പോരേണ്ടി വന്നു. പിന്നെ കാർത്തികേയൻ കൊണ്ടുവരാൻ നോക്കി, പലരും കൊണ്ടുവരാൻ നോക്കി. ഇപ്പോൾ കേരളത്തിൽ തന്നെ മലബാർ, ഗുരുവായൂർ, തിരുവിതാംകൂർ, കൂടൽമാണിക്ക് 5 ദേവസ്വമുണ്ട്. അവരൊക്കെ തന്നെ ഹിന്ദു റിലീജിയസ് ചാരിറ്റബിൾ എൻഡോമെൻ്റ് ആക്ടൊക്കെ അനുസരിച്ച് പോവുകയാണ്. കോഡിഫൈഡ് ആക്ടില്ല. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കോ ചർച്ച് ആക്ട് ഉണ്ടോ? BR കൃഷ്ണയുടെ സുപ്രസിദ്ധമായ റൂളിനകത്ത് പറഞ്ഞു ചർച്ച് ആക്ട് വേണം. കേരള ഗവൺമെൻറ്റിന് KT തോമസ് കൊടുത്ത നിയമപരിഷ്കരണ കമ്മീഷൻ്റെ അകത്ത് പറഞ്ഞു ചർച്ച് ആക്ട് വേണം. 6 മാസം മുമ്പ് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞു ചർച്ച് ആക്ട് വേണം. ക്രൈസ്തവ സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിന് നിയമം വേണമെന്ന് കോടതികളും കമ്മീഷനുകളും പറഞ്ഞിട്ട് ഇന്നോളം വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഞാനിവിടെ എറണാകുളത്ത് സംസാരിക്കുമ്പോൾ അങ്കമാലിയിൽ എന്താ സംഭവം? വസ്തു കൈമാറ്റവുമായി ബന്ധപ്പെട്ട് അൽമായ സഭയുടെ സമരം വന്നു, പോലീസ് കേസെടുത്തു. അങ്കമാലിയിലെ ബിഷപ്പ് പറഞ്ഞു എൻ്റെ നിയമം കാനൂൺ നിയമമാണ്, എനിക്കിത് ബാധകമല്ലാന്ന്. കോടതി പറഞ്ഞു, കോടതിയിൽ അപ്പീൽ ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞു സുപ്രീം കോടതി. അപ്പയാ മരിച്ചുപോയ പോപ്പ് അദ്ദേഹത്തെ സ്ഥാനത്ത് നീക്കം ചെയ്തു. അപ്പോൾ ഇന്ത്യയിലെ വഖഫുകൾ ഇക്കാലം അത്രയും നിയമങ്ങളാൽ സുരക്ഷിതമാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലം മുതൽ മുസൽമാൻ വഖഫ് വാലിഡേറ്റിംഗ് ആക്ട് മുതൽ 54 ആക്ട് മുതൽ 95 ആക്ട് മുതൽ 2013 ആക്ട് വരെ നിയമത്താൽ വഖഫ് സുരക്ഷിതമാണ്. എന്നിട്ടും ഈ രാജ്യത്തിലെ ഹിന്ദുക്കൾക്ക് നിയമമില്ലാത്ത, ക്രിസ്ത്യാനികൾക്ക് നിയമമില്ലാത്ത അത്തരം ആളുകൾ, വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകൾ, കാസയെ പോലുള്ള ആളുകൾ നമുക്കെതിരെ പറയുകയാണ്. നമ്മൾ ഈ നിയമത്തിനകത്ത് എഴുതി വെച്ച സംഗതികളിലാണ് രാജ്യം ഭരിച്ചുകൊണ്ടുന്നത്. നിങ്ങളെന്താണെന്ന് ഇപ്പം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയൊക്കെ ഈ വിവാദം ഉണ്ടായപ്പോൾ ആദ്യം എന്താ പറഞ്ഞത്? റെയിൽവേ കഴിഞ്ഞാൽ, ഡിഫൻസ് കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭൂമി വഖഫിനാണ്. ഇവിടെ പല പള്ളി ഭാരവാഹികളുണ്ടല്ലോ. ഏതെങ്കിലും നിങ്ങൾ നനച്ചോ വഖഫ് ബോർഡിനായിട്ട് ഏത് ഭൂമിയാണുള്ളത്? ഇപ്പം ഞാൻ പറയാം, കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 4 നൂറ്റാണ്ട് ഞാൻ പൂർത്തീകരിക്കാൻ പോവുക. എറണാകുളത്തെ കരൂരിലെ ഓഫീസും കോഴിക്കോട്ട് ഇപ്പോൾ കഴിഞ്ഞ മാസം ഉദ്ഘാടനം ചെയ്ത ഓഫീസും അല്ലാതെ ബോർഡിന് എന്താണുള്ളത്? എല്ലാ പള്ളികളുടെ, മദ്രസകളുടെ, യതീഖാനകളുടെ, അറബിക് കോളേജുകളുടെ, തൈക്കാവുകളുടെ, ദർസുകളുടെ ഒക്കെ അധീനതയിലാണ്. ഇനി വേറൊരു കാര്യം, ഇപ്പം ഏറ്റവും അവസാനമായി ഓർഗനൈസർ പത്രം പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് ക്രിസ്തീയ സഭക്കാണ്. 20,000 ആശുപത്രി ഉണ്ട് എന്നൊക്കെ പറഞ്ഞത്. എന്തിനാ കേരളത്തിലെടുത്ത് നോക്കിയാൽ പോയി 100 കണക്കിന് ആശുപത്രിയുടെ കണക്ക് കിട്ടും.
അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരു കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്ത് പറഞ്ഞ വർത്തമാനം പറഞ്ഞിട്ട് ഇപ്പോൾ അവരനുഭവിച്ചുകൊണ്ടിരിക്കല്ലേ. ഡൽഹിയിൽ കുരിശിൻ്റെ വയ്യ തടഞ്ഞത്, പത്തനംതിട്ടയിൽ കുരിശിൻ്റെ പുൽക്കൂടാ തകർത്തത്. 865, ഞാനിപ്പോൾ നോക്കി, 865 കേസാണ് ഈ സംഘികൾ പാതിരിമാരെയും വൈദികരെയും കന്യാസ്ത്രീകളെയും ഒക്കെ ആക്രമിച്ചതിൻ്റെ കേസ് എടുക്കുന്നത്. ഗ്രഹാം സ്റ്റെയിനെ 2 മക്കളെയാണ് ചുട്ടുവന്നത്, സ്റ്റാൻ സ്വാമിയെ ജയിലിലിട്ടിട്ടാണ് വന്നത്. എന്നിട്ടും ഒരു കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഇവർ കോംപ്രമൈസാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ നിയമം എന്ന് പറയുന്നത്, ഈ ബോർഡ് ഇങ്ങനെ 16 സ്റ്റേറ്റിൽ BJP ഡോമിനേറ്റഡ് ബോർഡ് വന്നാൽ പിന്നെ ഒന്നും ബാക്കിയുണ്ടാവില്ല. ഇപ്പം തന്നെ ഈ നിയമത്തിൽ നമ്മളിപ്പോൾ 2 ദിവസമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക. പുതിയ നിയമം നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തു. ഒന്ന്, നിർവചനത്തിൻ്റെ കുഴപ്പത്തെക്കാളും അപകടകരമായ സംഗതി അറിയും, രജിസ്ട്രേഷൻ കുഴപ്പമാണ്. ഇനി വഖഫ് ബോർഡ് തന്നെ നിലനിൽക്കില്ല. കാരണം ഇതിൻ്റെ സാമ്പത്തിക അഭിവൃദ്ധി, ഞാനൊക്കെ വരുമ്പോൾ ഇതിൻ്റെ അസറ്റ് 2 കോടിയാണ്, ഇപ്പോൾ 16 കോടിയാണ്. ഇപ്പോൾ വരാൻ പോകുന്നില്ല, മാക്സിമം ഒരു വഖഫ് 5,000 അടിച്ചാൽ മതി. ഒരു ഓഫീസും ഉണ്ടാവില്ല, സ്റ്റാഫും ഉണ്ടാവില്ല, ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോലും കഴിയാത്ത വരും. അപ്പോൾ ബോർഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രശ്നമുണ്ട്. CEO, ഇപ്പോൾ CEOയുടെ അപ്പോയിൻമെൻറ്റ് എങ്ങനെ വരും? നമ്മൾ 2 പേരെ ഗവൺമെൻറ്റിലേക്ക് നമ്മളൊരു പൂള് കൊടുത്താൽ അതിൽ നിന്ന് ഗവൺമെൻറ് പിക്ക് ചെയ്യാണ് ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ. ഇനി വരുന്നതിൽ തരും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മുസ്ലിം ആയിക്കൊള്ളണമെന്നില്ല, CEO പോവുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് വരുന്ന വഖഫ് ട്രിബ്യൂണൽ. ഇപ്പോൾ ട്രിബ്യൂണൽ ജില്ലാ ജഡ്ജിയുടെ റാങ്കിലുള്ള ഒരാൾ ഇരിക്കുകയാണ്, അയാളുടെ കൂടെ ഗവൺമെൻറ് സെക്രട്ടറിയും മുസ്ലിം നിയമത്തിൽ ഗാഢമായ പാണ്ഡിത്യമുള്ള ഒരാൾ, അതാണ് ട്രിബ്യൂണൽ. ഇപ്പോൾ പുതിയ നിയമത്തിൽ പറഞ്ഞത് ആ ഗാഢമായ പാണ്ഡിത്യമുള്ള ഒരാൾ എന്ന് പറയുന്നത് എടുത്തു കളയാണ്. അപ്പം ചോദിക്കും, മുസ്ലിം നിയമത്തിൽ പാണ്ഡിത്യമുള്ള ആൾ വേണോ? ഞാൻ ഈ 25 കൊല്ലക്കാലത്തിലാണ്, ഈ 23 കൊല്ലക്കാലം കേസ് കേട്ടപ്പോൾ ഞാൻ ഈ അടുത്ത് മലപ്പുറം ജില്ലയിൽ ഒരു കേസ് കിട്ടും. ഒരു ടീം പറയാം മക്ബറ ഉണ്ടെന്ന്, ഒരു ടീമും മക്ബറ ഇല്ലാതെ. അവർ ഫത്വൽ മുഈൻ എടുത്തിട്ട് ആർക്ക് ചെയ്യുക എന്തറിയോ? വാട്ട് ഈസ് മീൻ ബൈ ഖബർ? എന്താ ഖബർ എന്ന് പറഞ്ഞാൽ 6 അടി താഴ്ചയുള്ള ഭൂമി, 2 മീസാകല്ല്, അതിൻ്റെ മുകളിലില്ലാതെ. ഫത്വൽ മുഈൻ എടുത്തിട്ട് ആർക്ക് ചെയ്യാം. അതേസമയത്ത് മറ്റേ കൂട്ടർ പറയുന്നത് അല്ല, മക്ബറ ഉണ്ട്. അപ്പോൾ ഇസ്ലാമിക നിയമത്തിൽ ഗാഢമായ പാണ്ഡിത്യമുള്ള ഒരാൾ വേണം എന്ന് ട്രിബ്യൂണലിനകത്ത് എഴുതി വച്ചത് പുതിയ നിയമത്താൽ അത് എടുത്തു പോവുകയാണ്. ഇനി മറ്റൊരു സംഗതി, ഇവാക്യൂ പ്രോപ്പർട്ടി, അഭയാർത്ഥി സ്വത്ത്, വളരെ ഗൗരവമായ സംഗതി. എറണാകുളത്ത് പ്രത്യേകിച്ച് എത്ര സേട്ടുമാരുടെ പ്രോപ്പർട്ടിയാണ്. സേട്ടുമാരിവിടെ കുറച്ച് പേരുണ്ടാവും. സേട്ടുമാരുടെ ഇഷ്ടംപോലെ പ്രോപ്പർട്ടിയുള്ള സ്ഥലം എറണാകുളം, ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി ഒക്കെ. ഈ ഇവാക്യൂ പ്രോപ്പർട്ടി എങ്ങനെ അറിയും? ഇന്ത്യ പാക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ കുറേ ആളുകൾ പാകിസ്ഥാനിലേക്ക് പോയ സമയമുണ്ട്. ആ സമയത്ത് അന്യാധീനപ്പെട്ടു പോയ, അന്യം നിന്ന് പോയ ആ സ്വത്തുക്കളൊക്കെ അന്ന് കലക്ടർമാരുടെ, തഹസിൽദാരുടെ അധീനതയിലായി. ഇപ്പം ഞാൻ അതിൻ്റെ ഒരു സെക്രട്ടറി, അതുകൊണ്ട് എനിക്ക് കൃത്യമായി പറയാൻ കഴിയും. എൻ്റെ നാട്ടിൽ തലശ്ശേരിയിൽ ഒരുപാട് സെട്ടുമാരുടെ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ തഹസിൽദാരുടെയും കലക്ടറുടെയും ഒക്കെ കയ്യിലായിരുന്നു. അത് പ്രത്യേകമായ പ്രൊസീഡിങ്സിൽ KM സാഹിബ് മുൻകൈ എടുത്ത് അന്നുണ്ടാക്കിയ പ്രൊസീഡിങ്സിനകത്ത് ഒരു ട്രസ്റ്റ് ഡീഡ് വന്നിട്ടാണ് ഞാനിപ്പോൾ ഒരുപാട് വഖഫ് സ്വത്തുക്കളുടെ സെട്ടുമാരുടെ പ്രോപ്പർട്ടിൻ്റെ സെക്രട്ടറിയാണ്. ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞല്ലോ, ഇവാക്യൂ പ്രോപ്പർട്ടി, ദാറ്റ് പ്രോപ്പർട്ടി ബിലോങ്സ് ടു ഗവൺമെൻറ്. എത്ര പ്രോപ്പർട്ടി പോകും? നോർത്ത് ഇന്ത്യയിലൊന്നും പോകുന്നതിന് കണക്കുണ്ടാവില്ല. നോർത്ത് ഇന്ത്യയിലൊന്നും പ്രോപ്പർട്ടി പോകുന്നതിന് കണക്കുണ്ടാവില്ല, പ്രത്യേകിച്ച് ഇന്ത്യ പാക് ബോർഡറിൽ. അന്ന് പാകിസ്ഥാനിലേക്ക്, ലാഹോറിലേക്ക്, റാവൽപിണ്ടിയിലേക്ക്, കറാച്ചിയിലേക്ക് ട്രെയിനിൻ്റെ മുകളിൽ ജീവനുമായി ഓടി രക്ഷപ്പെട്ട ഖൗമിൻ്റെ പ്രോപ്പർട്ടി ഒറ്റൊന്നും ബാക്കിയുണ്ടാവില്ല. ഇവാക്യൂ പ്രോപ്പർട്ടി. പിന്നെ പറഞ്ഞ വഖഫുൽ ഔലാദാണ്. നിങ്ങൾ തളിച്ച് വഖഫുൽ ഔലാദ് കുടുംബപരമായ വഖഫ്, ഒരു കുടുംബത്തിൻ്റെ നന്മക്ക്, ക്ഷേമത്തിന്, അതോടൊപ്പം പ്ലസ് സാമൂഹികമായ ക്ഷേമം നന്മലാക്കി തയ്യാറാക്കപ്പെട്ട വഖഫുകൾ. ഇപ്പോൾ ഇവർ പറഞ്ഞില്ല വഖഫുൽ ഔലാദ് ആരാണോ വഖഫ് ചെയ്തത്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ, ഒരു സമ്പന്നൻ, ഒരു പ്രമാണി, അദ്ദേഹം ഒരു വഖഫ് ചെയ്യാണ്. എന്നിട്ട് കോഴിക്കോട് അങ്ങാടിയിൽ കുറ്റിച്ചെറിയിലൊക്കെ ഒരുപാട് വഖഫുൽ ഔലാദുണ്ട്. കേരളത്തിൽ തന്നെ അതിപ്രശസ്തരായ ആളുകൾ ഉണ്ടാക്കിയ വഖഫുൽ ഔലാദുണ്ട്. ആ വഖഫിനകത്ത് പറഞ്ഞത് കുടുംബത്തിലെ പാവങ്ങളുടെ ആളുടെ ക്ഷേമവും നാട്ടിലെ പാവങ്ങളുടെ ആളുടെ ക്ഷേമവും ഒക്കെ പറഞ്ഞിട്ട് വഖഫുൽ ഔലാദ് പറഞ്ഞതറിയോ? ആ കമ്മ്യൂണിറ്റിയിലെ ആ വഖഫിൻ്റെ സ്ത്രീ സന്തതികൾക്ക്, സ്ത്രീ പരമ്പരക്ക് അത് ക്ലെയിം ചെയ്യാൻ. വൺസ് എ വഖഫ് ഓൾവേസ് വഖഫ് തിയറി അതാ. ഒരിക്കൽ അള്ളാഹ്ക്ക് കൊടുത്ത് ഖിയാമത്ത് നാൾ വരെ അള്ളാഹ്ക്കാം. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, ഈ തിയറി വന്നാൽ അങ്ങനെ ഇപ്പോൾ ഒരു വഖഫ് ചെയ്ത ഒരാൾ നാട്ടിൻ്റെ സാമൂഹികമായ ക്ഷേമത്തിനും കുടുംബത്തിൻ്റെ ക്ഷേമത്തിനും വഖഫുൽ ഔലാദ് ഉണ്ടാക്കി, എന്നിട്ട് അതിൻ്റെ മുതവല്ലി ആരാന്ന് പറഞ്ഞു? എൻ്റെ കുടുംബത്തിലെ ഏറ്റവും തലമുതിർന്ന പുരുഷൻ കാലാകാലങ്ങളിൽ മുതവല്ലിയാവണം, പുരുഷനില്ലെങ്കിൽ സ്ത്രീ മുതവല്ലിയാവണം എന്നൊക്കെ പറഞ്ഞ് ഒരു ആധാരം എഴുതി നോക്കിക്കോ.
ഇനിയിപ്പോൾ ഉണ്ടാവുന്നതിനാവും വാക്കിഫ് എന്ന് മരിക്കുന്നു അന്ന് വാക്കിഫിൻ്റെ മോള് ഷെയർ ചോദിക്കും. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ 1:2 ഒരു കേസുണ്ട്. ഷെറയിലെ 1:2 ഒരു കേസ് പെൻഡിങ്. അതുപോലെ നിങ്ങൾ വഖഫുൽ ഔലാദ് പോകും, അതുപോലെ ഇവാക്യൂ പ്രോപ്പർട്ടി പോകും. അങ്ങനെ ഈ നിയമത്തിനകത്ത് ഇനി റൂൾ മേക്കിംഗ് പവേഴ്സ്. ഞാൻ ചെയർമാൻ കൂടി ആലോചിച്ച്, നമ്മുടെ ഒരു ഫെഡറൽ സെറ്റപ്പ് അല്ലേ, ഇന്ത്യ മാതൃരാജ്യമാണെങ്കിൽ ഇന്ത്യയുടെ മക്കളാ ശരിക്കും. പണ്ട് CH പറഞ്ഞിരുന്നു ദ്വീപിനെ കുറിച്ച്, രാജ്യം തറവാട്ടിലേക്ക് കെട്ടിച്ചയച്ച മക്കളാന്ന് പറഞ്ഞിട്ടുണ്ട് ലക്ഷദ്വീപിന്. അതുപോലെ നിങ്ങളെന്ന് ആലോചിച്ച് വെക്കണം, ഇവിടെ വളരെ കൃത്യമായി സ്റ്റേറ്റിന് റൂൾ മേക്കിംഗ് പവറില്ല. ഇപ്പം ഏറ്റവും വലിയ രസമാണോ, കോടതിയിൽ കിടക്കല്ലേ, സുപ്രീം കോടതിയിൽ ഇത് ആർഗ്യൂ ചെയ്തിട്ട് സുപ്രീം കോടതി റിസർവ്ഡ് ഫോർ ജഡ്ജ്മെന്റിനെ പോസ്റ്റ് ചെയ്ത്, സർ റൂള് വന്നു കഴിഞ്ഞു, റൂള് വന്ന് നമ്മുടെ മുമ്പിൽ റൂള് കിടക്കുക, ആക്ട് തന്നെ തർക്കിച്ച് ആക്ട് പാർലമെന്റ് മുമ്പിൽ നിൽക്കുക, ആക്ടിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് ഡിപ്രൈവ് ചെയ്യുന്നുണ്ടോ വയലേറ്റ് ചെയ്യുന്നുണ്ടോ ചോദ്യം നിൽക്കുകയാണ്. ഒരു പക്ഷേ കോടതി പറയും 1-2 പ്രൊവിഷനിൽ തകരാറെന്ന് പറയും, അല്ലെങ്കിൽ ലാർജർ ബെഞ്ചിനേക്ക് ഭരണഘടനാ ബെഞ്ചിനേക്ക് വിടും. എന്ത് പറയുമെന്ന് നമുക്കറിയില്ല. അതിനു മുമ്പ് തന്നെ റൂള് വന്നു കഴിഞ്ഞു. റൂള് വന്നു മാത്രമല്ല, ഡൽഹിയിൽ റൂളിൻ്റെ ഡിസ്കഷൻ വിളിച്ചു, നമ്മൾ സ്റ്റാഫിനെ അയച്ചു കൊടുത്തു, റൂൾ ഡിസ്കസ് ചെയ്തു. റൂളിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഒരുപാട് അപകടം വേറെ കിടക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫെഡറൽ സെറ്റപ്പിനെതിരാണ് ഞാനീ പറഞ്ഞ ഒരു 10-15-44 ഭേദഗതിയുണ്ട്. വളരെ കാര്യമായി ഞാൻ പറഞ്ഞ നിർവചനത്തിൻ്റെ കാര്യത്തിൽ, രജിസ്ട്രേഷൻ്റെ കാര്യത്തിൽ, മുത്തവല്ലിയുടെ കാര്യത്തിൽ, നോൺ മുസ്ലിമിൻ്റെ കാര്യത്തിൽ, ബോർഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യത്തിൽ, സിഒയുടെ നിയമനത്തിൻ്റെ കാര്യത്തിൽ, ട്രിബ്യൂണലിൻ്റെ കാര്യത്തിൽ, അതുപോലെ ഇവാക്യൂ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ, അതോടൊപ്പം തന്നെ വഖഫുൽ ഔലാദിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ റൂൾ മേക്കിംഗ് പവേഴ്സ്, അങ്ങനെ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ വഖഫ് ദുർബലമാകുന്ന ഒരവസ്ഥയിലേക്ക് പോവുക. അതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുപോയിട്ട് ഈ മുനമ്പ് അതാണല്ലോ ജഗദാംബ. നിങ്ങൾ നാലിച്ച് JPCയിൽ MP പ്രൊട്ടസ്റ്റ് ചെയ്തപ്പോൾ എവിടെയും കേട്ടോന്ന് എനിക്കറിയില്ല, ചെയർമാൻ 11 MP ഡിസ്മിസ്ഡ്. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ പ്രൊട്ടസ്റ്റ് ചെയ്തപ്പോൾ ഡിസ്മിസ്ഡ്. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ ചരിത്രത്തിൽ ആദ്യമാണ്. പോട്ടെ, നിങ്ങളെന്താണെന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് നോൺ മുസ്ലിമിനെ ഇൻക്ലൂഡ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് വേണുഗോപാലിനെ പോലെ NK പ്രേമചന്ദ്രനെ പോലെ രാജ്യം ഇരുണ്ട ദിനത്തിലൂടെ കടന്നു പോകുന്നു എന്നാണ് കനിമൊഴിയുടെ MP പറഞ്ഞത്. ദർ ഇസ് സം മിസ്കൺസെപ്റ്റ് എന്ന ആ പ്രസംഗത്തിലെ TDP MPയുടെ പ്രസംഗത്തിൽ അന്ന് JPC ഫോം ചെയ്യപ്പെടുന്നത്. ആ JPCയുടെ ഡിസ്കഷനകത്ത് പോലും ഞാൻ പറഞ്ഞില്ലേ, ഈ 44 കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ മുമ്പിലിരിക്കുന്ന 21 MP കൊടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, സർ വാട്ട് അബൌട്ട് ചെറായി, ഈ ബില്ലുമായിട്ട് എന്താ ബന്ധം? ഇനി ചെറായിയുടെ വിഷയം ഇപ്പോൾ അതാണല്ലോ വലിയ കുഴപ്പത്തിൽ കിടക്കുക. ഞാൻ ഒന്നേ പറഞ്ഞുള്ളൂ, ഞാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന അഭിഭാഷകരൊക്കെ വായിച്ചിട്ടുള്ളൂ. ഈ ആധാരത്തിൽ അബൂബക്കർ സാഹിബ് വഖഫ് ഇരുന്ന മനുഷ്യനാണല്ലോ. ആ ആധാരത്തിനകത്ത് പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ നാമധേയത്തിൽ ഒരാധാരത്തിന് തുടക്കം. രണ്ടാമത്തത് സ്വമനസാൽ എഴുതി വെച്ച വഖഫാധാരം. 3 എൻ്റെ പൂർവികരുടെ പരലോക മോശത്തിന് വേണ്ടി. 4 ഫറൂഖ് കോളേജിൻ്റെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടിയല്ലാതെ എല്ലാം എഴുതി വെച്ചത്. ഇനി ഒറ്റ ചോദ്യം, അതിനകത്ത് ക്രയവിക്രയം പറഞ്ഞത് ശരിയാണ്. നമ്മൾ പറയുമ്പോൾ അങ്ങനെയാണല്ലോ, റിയാലിറ്റിയുടെ മുമ്പിൽ, ഗ്രൗണ്ട് റിയാലിറ്റിയുടെ മുമ്പിൽ അങ്ങനെ സംസാരിക്കണം. 67 എന്തിനാ കേസ് വന്നേ? സത്യത്തിൽ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു ചിത്രം നിങ്ങളെ മുമ്പിൽ വെക്കാം. നമ്മൾ ഇന്നിപ്പോൾ ഈ കാണുന്ന 2025 നമ്മളിപ്പോൾ സംസാരിക്കുന്ന ജൂൺ 26, ഇതൊന്നും ആയിരുന്നില്ല ഈ കമ്മ്യൂണിറ്റിയുടെ ചിത്രം. ഈ കമ്മ്യൂണിറ്റിയുടെ ചിത്രം ഇങ്ങനെയല്ല. ആ ചിത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചുതരാം. കോളറ വന്ന്, വസൂരി വന്ന്, ആളുകൾ മരിക്കുന്ന കാലത്ത് യതീമുകളായ മക്കളെ രക്ഷിക്കാൻ ഒരു അനാഥാലയം ഉണ്ടാക്കാൻ കഴിവില്ലാത്ത ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു കേരളം. പഞ്ചാബിലെ ഗസൂരി ബ്രദേഴ്സ് അവർ വന്നിട്ട് ആ JDT ഉണ്ടാക്കിയത്. അതിന് കാരണമുണ്ട്. ആ കാരണത്തെക്കുറിച്ച് പലരും തർക്കിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം. അന്ന് ഡെക്കാൻ ഹെറാൾഡിലെ മൊയ്തു മൗലവിയുടെ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ, സിദി സാഹിബിനെ പോലുള്ള ആളുകളുടെ അഭിമുഖവും അതുപോലെ വാർത്തകളും പഞ്ചാബിലേക്ക് എത്തുമ്പോൾ, ആ പഞ്ചാബിൽ നിന്നാണല്ലോ ആളുകൾ അങ്ങോട്ട് പോകുന്നത്. ആ ഗസൂരി ബ്രദേഴ്സ് വന്നിട്ട് ആ JDT സ്ഥാപിക്കുന്നത്, യത്തീംഖാനയുടെ സ്ഥിതി, പിന്നെ ആ തിരൂരങ്ങാടി യത്തീംഖാന വരുന്നത്, പിന്നെ ആ തലശ്ശേരി ദാറുസലാം വരുന്നത്. അങ്ങനെ ഒരു കാലം നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ മുമ്പിലുണ്ട്. രണ്ടാമത്തത് കോളേജ്, കോട്ടയം CMS കോളേജ് വന്നിട്ട് 113 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഫറൂഖ് കോളേജ് വരുന്നത്. നമ്മൾ എത്ര പുറകുന്ന സഞ്ചാരം ആരംഭിക്കുന്നത്? കോട്ടയം CMS കോളേജ് വന്നിട്ട് 113 കൊല്ലം കഴിഞ്ഞിട്ട്. ഫറൂഖ് കോളേജിന് വേണ്ടി ഹൈദരമില്ലത്തെ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മദ്രാസിലെ യൂണിവേഴ്സിറ്റിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ, തുകൽ വ്യാപാരികളോട് കടം വാങ്ങുക, അന്നത്തെ 500 രൂപ ആപ്ലിക്കേഷൻ കൊടുക്കാൻ. മാത്രമല്ല മലബാർ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ കാറ് വെക്കുകയാണ്.
KM സൂരി സാഹിബിൻ്റെ ഖദറിൻ്റെ കുപ്പായം ലേലം ചെയ്യുകയാണ്. KM സൂരി സാഹിബ് ഭരിച്ച് കൊടുങ്ങല്ലൂർ കബറടക്കിയപ്പോൾ പെട്ടി തുറന്നു നോക്കിയപ്പോൾ 13 ഉറുപ്പിക 2 കുപ്പായ ബാക്കിയുള്ളൂ. കേരളത്തിലെ സ്പീക്കർ. അങ്ങനെ ഫറൂഖ് കോളേജ് വന്നത്. പിന്നെ കോളേജുകൾ വരികയാണ്. പിന്നെയാണ് 67 മിനിസ്റ്റർ EMSൻ്റെ മിനിസ്റ്റർ വന്നപ്പോൾ മമ്പാട് കോളേജും തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജും. മമ്പാട് കോളേജിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് പാണക്കാട് പൂക്കോയത്തങ്ങൾ, അതിൻ്റെ ജനറൽ സെക്രട്ടറി അന്നത്തെ മന്ത്രി അഹമ്മദ് കുരിക്കൽ. ആ കോളേജ് നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്തപ്പോൾ MESനെ ഏൽപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. ആ രംഗത്തിൽ MESനെ ഏൽപ്പിക്കുന്ന ആ യോഗത്തിൽ മഹാനായ CH ഒരു പ്രസംഗമുണ്ട്. മമ്പാട് കോളേജ് എന്ന വധുവിനെ ബാഫയ്ക്ക് തങ്ങൾ MESന് നിക്കാഹ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു ചിത്രം. ഞാൻ ചെറായിലേക്ക് വരുന്നതിന് മുമ്പ് ഇത് പറയുന്നത് എങ്ങനെയാണ് ഭൂമി കിട്ടിയെന്നൊരു കഥയിലേക്കാണ് വരുന്നത്. സർ സെയ്ദ് കോളേജ് കരിമ്പത്തിൻ്റെ നെറുകയിൽ ഭ്രാന്താലയം എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് റബ്ബി സിദ്ദിനി ഇൽമ, നാദാ നീ എൻ്റെ അറിവിനെ വർദ്ധിപ്പിച്ച് തരണമേ എന്ന് എഴുതി തളിപ്പറമ്പ് ജുമാഅത്ത് പള്ളിയുടെ ഭൂമിയിൽ 99 കൊല്ലക്കാലത്തെ ലീസ് അങ്ങനെയായി കമ്മ്യൂണിറ്റി വളരുന്നു. ഞാൻ വിദ്യാഭ്യാസ രംഗത്തെ വളർച്ച പറയുക. പണ്ട് CH പറയുന്ന ഒരു രംഗമുണ്ട്. എന്നറിയാം, ഒരു കോളേജിലേക്ക് നോക്കും, സ്കാഫിട്ട മൊത്തമിട്ട പർദ്ദയിട്ട ഒരു കുട്ടിയെ കാണുമോ എന്ന് മീഞ്ചത്തയിലൂടെ സർക്കാരിൻ്റെ കൊടിവെച്ച കാറിലൂടെ പോകുമോ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി പരീസ് സാഹിബ് പറയും, പ്രിയപ്പെട്ട CH അങ്ങ് എന്താ മമ്പാട് ഈ കോളേജിൻ്റെ മീഞ്ചത്ത കോളേജിൻ്റെ മുറ്റത്ത് നോക്കുന്നത്? SLCക്ക് റാങ്ക് ആദ്യം കിട്ടുന്നത് കാസർഗോഡ് പടന്നയിലെ സൗദ ബീവിയ, 1ാമത്തെ മുസ്ലിം റാങ്ക് ഹോൾഡർ. അങ്ങനെ ഈ കമ്മ്യൂണിറ്റി വളരുമ്പോൾ ഇന്നത്തെ പോലെ പ്രവാസ ജീവിതം കൊണ്ടോ വിദ്യാഭ്യാസ ജീവിതം കൊണ്ടോ സാമ്പത്തികമായി വലിയ ഭദ്രത വരിക്കാത്ത ഒരു കാലത്ത് സീതി സാഹിബൊക്കെ മുൻകൈ എടുത്ത് പലർക്കും ഭൂമി കിട്ടിയിട്ടുണ്ട്. സീതി സാഹിബിനെ ഞാൻ പേരെടുത്ത് അടിവരയിട്ട് ആവർത്തിച്ച് പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഓരോ സ്ഥലത്ത് എന്ന് നോക്കിയാൽ ഇപ്പോൾ എൻ്റെ നാട്ടിലെ മുബാറക് ഹൈസ്കൂൾ അതിൻ്റെ കെട്ടിട ഉദ്ഘാടനം ചെയ്ത മൗലാന ഷൗക്കത്തിൻ്റെയാണ് തലശ്ശേരി സന്ദർശനത്തിന്. അങ്ങനെ ചരിത്രത്തിൽ ഒരുപാട് കഥയുണ്ട്. അങ്ങനെ വന്നതാണ് ഫറൂഖ് കോളേജിന് വേണ്ടി സീതി സാഹിബ് മുൻകൈ എടുത്ത് ഇവിടെ ഭൂമി കിട്ടുകയാണ്. ആ 402 ഏക്കർ. ആ ഭൂമിക്കകത്ത് അന്യാധീനപ്പെടുത്താൻ ശ്രമം ഉണ്ടായപ്പോൾ ഒരുപാട് ക്രിമിനൽ കേസ് വന്നു. ആ ക്രിമിനൽ കേസുകളുടെ പശ്ചാത്തലത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയം വന്നു. ആരാ കൊണ്ടുവന്ന്? കൊടുകര MLA CG ജനാർദ്ദൻ. അതിന് മറുപടി പറഞ്ഞത് ആരാ? ആഭ്യന്തരമന്ത്രി PT ചാക്കോ. അദ്ദേഹം പറഞ്ഞു ഇത് ഫറൂഖ് കോളേജിൻ്റെ ഭൂമിയാണ്, നിയമപരമായി അടിയന്തര പ്രമേയം തള്ളി. നിയമസഭ റെക്കോർഡിംഗ് കാണുക. പിന്നെ 67 സൂട്ട് വന്ന്. ആ സൂട്ടിലെ 1ാമത്തെ ഡോക്യുമെൻ്റ് എന്താ? റെൻ്റൽ എഗ്രിമെൻ്റ് എക്സിക്യൂട്ടഡ് ബൈ KM സൂരി, ഫോർവേഡ് സെക്രട്ടറി ഓഫ് ഫറൂഖ് കോളേജ്. അതാണ് ക്രയം വിക്രയം, കച്ചീട്ടുകൾ. ഒരുപാട് കച്ചീട്ടുണ്ട്. അതിനകത്ത് കോടതി പേജ് നമ്പർ 39 പറഞ്ഞു ഇറ്റ് ഈസ് എ ക്ലിയർ കംപ്ലീറ്റ് വഖഫ്. ഉപയോഗിച്ച പദം ഇറ്റ് ഈസ് എ ക്ലിയർ കംപ്ലീറ്റ് വഖഫ്. എന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് അതിനകത്ത്, ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ ഉണ്ടോ? കൈവശം കൊടുത്തിട്ടുണ്ടോ? വക്കീലന്മാരുടെ ഇരിക്കല്ലേ. ഞാൻ വാടക വാങ്ങുന്ന ഒരു ഷോപ്പ്, ഞാൻ നാളെ എൻ്റെ പരലോകമോശത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ വജീഹിനെ കരുതി എൻ്റെ പൂർവികരുടെ പരലോകമോശത്തിന് വേണ്ടി ഞാനൊരു ജുമാഅത്ത് പള്ളിക്ക് കൊടുക്കുമോ? കൈവശം കൊടുക്കല്ല. അതിനകത്ത് പറയുകയാണ് മേലാൽ വാടക നിങ്ങൾ വാങ്ങിച്ചോളണം. അപ്പോൾ കോടതി പറഞ്ഞു ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ വേണ്ട, അല്ലാതെയും ഇറ്റ് ഈസ് എ വഖഫ്. 67 വിധി പറഞ്ഞു. പറഞ്ഞത് മുസ്ലിം ജഡ്ജൊന്നുമല്ല. 71 ഹൈക്കോടതിയിൽ വന്ന് ഡിവിഷൻ ബെഞ്ചിന് മുമ്പിൽ വന്നു. ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു നോ മെറിറ്റ് ഇൻ ദ അപ്പീൽ. അപ്പീലും ഡിസ്മിസ് ചെയ്ത്. പിന്നെയാണ് നിസാർ കമ്മീഷനാണ് ഇത് കമ്മീഷൻ റിപ്പോർട്ടിലെ 15ാമത്തെ റിപ്പോർട്ടായി ഈ ഒരു വഖഫ് രജിസ്റ്റർ ചെയ്തില്ല എന്ന് പറഞ്ഞു വരുന്നത്. ഗവൺമെൻറ് നമ്മളോട് ആക്ഷൻ എടുക്കാൻ പറഞ്ഞു. അതിനകത്ത് നോട്ടീസ് അയച്ച് ആ പ്രൊവിഷൻ അനുസരിച്ച് സുവോ മോട്ടോ നമ്മൾ രജിസ്റ്റർ ചെയ്തു. ആ രജിസ്റ്റർ ചെയ്ത് അന്നൊന്നും ആരും വേണ്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞ് ബോർഡ് എന്ത് ചെയ്തു? ഇല്ലീഗൽ ഓക്യുപ്പൻസിന് നോട്ടീസ് അയക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഈ വെപ്രാളവും കുഴപ്പമൊക്കെ വന്നത്. ഇപ്പം നിങ്ങളറിയോ, ഇപ്പം ഞങ്ങൾ പറവൂർ സബ് കോടതിയിൽ നിന്ന് ഈ 70 കേസ് വാർത്തിയെടുത്ത് നോക്കുമ്പോൾ ഫറൂഖ് കോളേജിൻ്റെ അന്ന് കേസ് നടത്തിയത് പഴയ MLA ഹൈദ്രോസ് വക്കീല. സീതി സാഹിബിന് ശേഷം ഹൈദ്രോസ് വക്കീല സെക്രട്ടറി വന്നത്. ഹൈദ്രോസ് വക്കീല റെപ്രസെൻറ്റഡ് ബൈ ഹൈദ്രോസ് വക്കീലിൻ്റെ മകനാണ് നമ്മളെ മുഹമ്മദ് വക്കീൽ. ഇപ്പോൾ ഞങ്ങൾ അഫിഡവിറ്റ് എടുത്ത് നോക്കുമ്പോൾ ഒരു വാക്ക് കണ്ട് ഞെട്ടിപ്പോയി. 4 അഫിഡവിറ്റ്. ഫറൂഖ് കോളേജ് എന്ന് പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വഖഫായി ലഭിച്ചിട്ടുള്ളതും കേന്ദ്ര വഖഫ് നിയമപ്രകാരം വഖഫായി പെരുമാറിയിട്ടുള്ളതും ഇക്കാലമത്രമായി വഖഫായി ഉപയോഗിച്ചിട്ടുള്ളതും നോക്കണേ. 70 കൊടുത്ത അഫിഡവിറ്റാണ്. ഇത് നമ്മൾ പകർത്തിയെടുത്ത് നമ്മൾ പെറ്റീഷൻ കൊടുത്തു ട്രിബ്യൂണലിൽ. ഇത് വടക്കൻ പറവൂർ സബ് കോടതിയിൽ നിന്ന് കോൾ ഫോർ ചെയ്യാൻ ആ ആപ്ലിക്കേഷൻ രാജ്യം തട്ടിൽ ഡിസ്മിസ് ചെയ്ത് അതിൻ്റെ മേലെ നമ്മൾ ഹൈക്കോടതി പോയി. ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ച ആപ്ലിക്കേഷൻ അലോ. എന്താ കാര്യം? 1970 ഫറൂഖ് കോളേജ് അടക്കം വാദിച്ചത് ഇറ്റ് ഈസ് എ വഖഫ്.
പിന്നെ വിറ്റ സാഹചര്യം അതിനൊരു ക്രമവിരുദ്ധമായൊരു പണിയെടുത്ത് അത്രയേ ഉള്ളൂ. എന്താ ക്രമവിരുദ്ധം? അന്ന് ഈ പ്രോപ്പർട്ടിക്കകത്ത് സാമുദായിക സൗഹൃദം സൂട്ട് ഡിഗ്രിയായി അപ്പീൽ ഫേവറായി EP ആയിട്ട് പോയപ്പോൾ ഇതേ സംഗതി അന്നും ഉണ്ടായി. അവിടെ കമ്മ്യൂണൽ ക്ലാഷിൻ്റെ സാഹചര്യം വന്നപ്പോൾ ഫാറൂഖ് കോളേജ് നിയമവിരുദ്ധമായി അത് കൈമാറ്റിച്ചു. നമ്മളിപ്പോൾ പറഞ്ഞ ഒരുപാട് സംഗതിയുണ്ട്. നിങ്ങൾ ആലോചിക്കണം, ഞാൻ എറണാകുളത്തെ വളരെ പ്രബുദ്ധരായ കമ്മ്യൂണിറ്റിയോട് നമ്മുടെ നാട് കത്താൻ പാടില്ല. ഞാൻ ഒരു സാമുദായിക സൗഹൃദം വേണ്ടേ? ഈ സൗഹൃദത്തിന് എത്ര മെത്തേഡ് നമ്മുടെ മുമ്പിൽ ഉണ്ടായെന്നറിയോ? ഇപ്പം ഞാൻ പറയാം, ഞാനിരിക്കുന്ന ഈ ബോർഡിനകത്ത് പറയാം, കോവിഡ് വന്നു. കാസർഗോഡ് നിന്ന് കർണാടകയിലേക്ക് രോഗികൾ പോകുമ്പോൾ തലപ്പാടി ബോർഡറിൽ വെച്ച് RSSകാർ തടഞ്ഞിട്ട് പറഞ്ഞു, രോഗം കർണാടകയിലേക്ക് പടരും, ഒരുത്തരും ഇങ്ങോട്ട് വരണ്ട. അവിടെ കോവിഡ് ആശുപത്രിക്ക് ടാറ്റക്കാരാ ഭൂമി കൊടുത്ത്? വഖഫ് ബോർഡ് ലാൻഡ് ഭൂമി കൊടുത്തത് കാസർഗോഡ് ഒരു വഖഫിൻ്റെ ഭൂമി കൊടുത്തു, പകരം വാങ്ങി സർക്കാർ ഉത്തരവിലൂടെ. ഏറ്റവും വലിയ ഉദാത്തമായ ഉജ്ജ്വലമായ മാതൃക ഈ രാജ്യത്ത് സമ്മാനിച്ച വഖഫ് ബോർഡാണ്. ഇനിയിപ്പോൾ കൊല്ലം പുനലൂര്, ഞാൻ ഏറ്റവും എടുത്ത അവസാനം പറയാം, പുനലൂർ തൂക്കുപാലത്തിൻ്റെ അപ്പുറത്ത് അവിടെ മാർത്തോമ ചർച്ചുണ്ട്, തൊട്ടപ്പുറത്ത് സലഫി പള്ളിയുണ്ട്. ആ മാർത്തോമ ചർച്ചിൻ്റെ ശവക്കോട്ടയിലേക്കുള്ള വഴി ശവം മഞ്ചച്ച് വന്നിട്ട് സലഫി പള്ളിൻ്റെ ബോർഡറിലൂടെയാണ്. പണ്ട് പൂർവികർ അനുവദിച്ചതാണ്. അവരൊരു ആപ്ലിക്കേഷൻ കൊടുത്തു. ഇപ്പോൾ ആരും ശവമഞ്ചത്തിൽ കൊണ്ടുപോകുന്നില്ല, ഒരു ആംബുലൻസ് കടത്തിപ്പോകാൻ. അവിടെ തർക്കമായി, കേരള ഹൈക്കോടതിയിലെത്തി. കേരള ഹൈക്കോടതിയിൽ ഞാൻ ഓർമ്മിക്കുന്നത് ശരിയാണെങ്കിൽ ബഹുമാനപ്പെട്ട ന്യായാധിപൻ മുസ്താഖിൻ്റെ റൂളിംഗ് വന്നു. എന്താ റൂളിംഗ്? വഖഫ് ബോർഡ് ഉയർന്ന നിലവാരത്തിൽ ചിന്തിച്ചതിന് പരിഹാരം കാണും. അത്രയല്ലേ പറയാൻ കഴിയൂ? രണ്ട് കൂട്ടരെയും നമ്മൾ വിളിച്ചു വരുത്തി. ആ സലഫി പള്ളിയുടെ ആളുകളെയും മാർത്തോമ ചർച്ചിൻ്റെ ഫാദറും വികാരിയും പ്രസിഡന്റും റക്ടറും എല്ലാ ആളുകളും വളരെ മനോഹരമായി അളന്ന് തിട്ടപ്പെടുത്തി ഒരു ആംബുലൻസ് കടന്നു പോകാനുള്ള വഴിയുണ്ടാക്കി. ഇതൊക്കെ കേരളത്തിൽ വെറുതെ പറയല്ലേ കാസക്കാരനൊക്കെ. ഇങ്ങനെ ഇത്രയധികം ഉജ്ജ്വലമായ മാതൃക കാണിച്ച ഒരു കേരളത്തിൽ അടക്കം വഖഫ് നിയമം കിരാതം, നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും, മന്ത്രി പറഞ്ഞ കിരാതം എന്നാണ് പറഞ്ഞത്. അത്രയേറെ വളരെ ഉജ്ജ്വലമായ മാതൃക കമ്മ്യൂണിറ്റി മുമ്പിലുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, വഖഫ് സംരക്ഷിക്കുക എന്ന് പറഞ്ഞത് ജാഗ്രതയുടെ ഒരു പോരാട്ടം. നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു ജാഗ്രത. നമ്മൾ ഭീകരതയുടെ ആളുകളൊന്നുമല്ല, ഭീകരത ഇന്റലക്ച്വൽ ഡിബേറ്റാണ്. ഞാൻ ഈ ഫ്രൈഡേ ക്ലബ്ബ് ഞാൻ പറഞ്ഞത് ഇത്തരം പോലുള്ള വിഷയങ്ങളൊക്കെ നിങ്ങളിങ്ങനെ ചർച്ച ചെയ്യുന്നു, ആലോചിക്കുന്നു, നിങ്ങൾ ഇത് സംബന്ധിച്ചൊരു അഭിപ്രായ സമാഹരണം നടത്തുന്നു. നിങ്ങളെ പ്രത്യേകമായി മനസ്സിൻ്റെ മെഹ്റാബിലിരുന്ന് ഞാൻ സ്വാഗതം ചെയ്യുന്നു, അഭിവാദ്യം ചെയ്യാം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരുപാട് ശ്രമങ്ങളുണ്ടാവും. ആ തെറ്റിദ്ധാരണ തിരുത്താൻ ഇത്തരം പഠന സംഗമങ്ങളും സംരംഭങ്ങളും ഉപകരിക്കുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ രാജ്യത്ത് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണെങ്കിൽ പോലും നമ്മുടെ രാജ്യത്ത് വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് രാജ്യത്തുണ്ടാകുന്ന പുതിയ സംഭവവികാസങ്ങൾ, അപകടകരമായ സംഗതികൾ രാജ്യത്ത് വരുമ്പോൾ അതല്ല എന്ന് ബോധ്യപ്പെടുത്താനുള്ള മാതൃക നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് വളരെ ഷോർട്ടായി, കാരണം ഞാൻ ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ സാഹിബിനോട് പറഞ്ഞത് 3/4 മണിക്കൂർ, 8:08 നിർത്തുന്ന ഞാൻ ആ വഖഫിലേക്ക് എത്തണമെന്ന് മുമ്പ് പറഞ്ഞുകൊണ്ടെത്തിയതാണ്. ഏതായാലും ഒരു കാര്യം നിങ്ങളെ മുമ്പിൽ ശ്രദ്ധയപ്പെടുത്തുന്നത്, നമ്മുടെ രാജ്യത്ത് ഇത്തരം സംഗതികളെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ സംഭവവികാസങ്ങൾ എന്ന് പറയുന്നത്, കഴിഞ്ഞ 10 കൊല്ലക്കാലത്തെ മോഡിയൻ ഭരണത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയെ ഏവിധം ദുർബലമാക്കാനും ബലഹീനമാക്കാനും ഓരോ സംഗതികളും പുറത്തു വരികയാണ്. ഒന്നെന്ന് മാത്രമല്ല, എല്ലാ സംഗതികളും. അതിനകത്ത് വളരെ വിചാരപരമായ ഒരു ചിന്താഗതി, ദൈക്ഷണികമായ പോരാട്ടം, ഞാൻ അങ്ങനെ പറയും, ഇന്റലക്ച്വൽ ഫൈറ്റ്. അല്ലാതെ വെറുതെ തീവ്രം. ഇപ്പോൾ ഇന്നലെ പത്രം വായിച്ചപ്പോൾ നിങ്ങൾ തെറ്റിയിട്ടുണ്ടാവും, ഒരു പ്രത്യേക സംഘടന ജില്ലാ ജഡ്ജി ഉൾപ്പെടെ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കി. നിങ്ങളൊന്ന് ആലോചിക്കുക, ആർക്കാ ഇതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നത്? ഇതിൻ്റെ ഗുണം ആർക്കാ കിട്ടാൻ പോകുന്നത്? നമ്മളെ സംബന്ധിച്ച് നമ്മൾ വളരെ കൃത്യമായി, നമുക്ക് ഒരു ഇന്റലക്ച്വൽ ഫൈറ്റ് എന്ന് പറഞ്ഞത്, ദൈക്ഷണികമായ പോരാട്ടം എന്ന് പറഞ്ഞത്, ആ പോരാട്ടത്തിന് സ്കോപ്പുണ്ട്. അതിൻ്റെ കൂടെ ആളുകൾ നിൽക്കും, അതിൻ്റെ കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ എല്ലാ ഈ സെക്യുലർ കമ്മ്യൂണിറ്റി നമ്മുടെ കൂടെ നിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ രൂപത്തിലുള്ള ദൈക്ഷണികമായ പോരാട്ടത്തിന് വഴിയൊരുക്കുക എന്നത് മാത്രമാണ് പുതിയ കാലത്ത്, പുതിയ ലോകത്ത്. കാരണം ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ തന്നെ പറഞ്ഞതറിയോ, ഇന്ത്യയുടെ സോഷ്യൽ ക്ലൈമറ്റിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയത്തിലെ വാക്ക് അങ്ങനെയാണ്. ഞാനതിന് പദാനുപദം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാം. ഇന്ത്യയിലെ സോഷ്യൽ ക്ലൈമറ്റിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്താ മാറ്റം? ലോകം വീക്ഷിക്കുന്നുണ്ട്, ലോകം ഇത് കാണുന്നുണ്ട്. ബറാക്ക് ഒബാമ പറഞ്ഞാൽ ഒരുപക്ഷെ ബറാക്ക് ഒബാമ എന്നല്ല, ഒബാമ പറഞ്ഞു ഭൂരിപക്ഷ ഹിന്ദു രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് താമസിക്കാൻ കഴിയുമോ എന്ന് സംശയം. അന്ന് പോട്ടെ, ഐക്യരാഷ്ട്രസഭയുടെ ആ റെസൊല്യൂഷനിലെ വാക്കാണ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുന്നത്.
കാതലായ മാറ്റങ്ങൾ ഈ രാജ്യത്ത് വരുമ്പോൾ, ഈ രാജ്യത്തിലെ സോഷ്യൽ ക്ലൈമറ്റിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധം കാലാവസ്ഥാ വ്യതിയാനം, ആ വ്യതിയാനം വരുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ ഒന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാലറ്റ് യുദ്ധമാണ്, ബാലറ്റ് ചികിത്സയാണ്, ഇൻ്റലക്ച്വലായ ഡിബേറ്റാണ്. നമ്മൾ പ്രതീക്ഷ വെക്കുന്ന കോടതി അടക്കം. ഇപ്പോൾ കർണാടകയിൽ ഒരു ജഡ്ജി പറഞ്ഞതറിയോ, കർണാടകയിലും മിനി പാകിസ്ഥാനുണ്ട്. അലഹബാദിലൊരു ജഡ്ജി അലഹബാദിലെ ഹൈക്കോർട്ട് ഹോളിൽ നടത്തിയ പ്രസംഗം ഒരു കമ്മ്യൂണിറ്റിക്കെതിരെ രൂക്ഷമായ സമൂഹവികാസം. അപ്പോൾ ജുഡീഷ്യറിക്കകത്ത്, മീഡിയക്കകത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം പോലെ നിങ്ങൾ നിലച്ചിക്കൂ. സിദ്ദീഖ് കാപ്പൻ ഉൾപ്പെടെ എത്ര ആളുകളെയാണ്, എത്ര ആളുകളെയാണ് നീഡ് ടു ബി ഇൻ ദ ഡോക്ക്. ഒരാൾക്ക് ജാമ്യം കൊടുക്കുമോ, ആ ജാമ്യ ഹർജി തള്ളുവും പറയാം നീഡ് ടു ബി ഇൻ ദ ഡോക്ക്. ഇവനെ ജയിലിനുള്ളിൽ ആവശ്യമുണ്ട്, കോടതി പറയാൻ പാടില്ല. അഭിഭാഷകർ ഇവിടെ ഇരിക്കല്ലേ. ജാമ്യം എന്ന് പറയുന്നത് ഒരു തന്നെ അവകാശമാണ്. ജയിലോർ ബെയിൽ ചോദിക്കുമ്പോൾ ജാമ്യം ഒരു തന്നെ അവകാശം. എന്നിട്ട് പോലും ഒരു പ്രത്യേക സമുദായത്തിലെ ഒരു മാധ്യമ പ്രവർത്തകനെ ജയിലിലേക്ക് ഇടുമ്പോൾ പറയാം നീഡ് ടു ബി ഇൻ ദ ഡോക്ക്. ഇവനെ ജയിലിനുള്ളിലേക്ക് ആവശ്യമുണ്ടെന്നാണ് കോടതിയുടെ ഭാഷയാണ്. അപ്പോൾ ജുഡീഷ്യറിയുടെ ഭാഷ മാറിയിട്ടുണ്ട്, മാധ്യമങ്ങളുടെ ഭാഷ മാറിയിട്ടുണ്ട്, എക്സിക്യൂട്ടീവിൻ്റെ ഭാഷ മാറിയിട്ടുണ്ട്, ലെജിസ്ലേച്ചറിൻ്റെ ഭാഷ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് ഈ രാസമാറ്റത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തത്. ഏതായാലും ഞാൻ അവസാനിപ്പിക്കുന്നു. 1 മണിക്കൂർ ഞാൻ സംസാരിച്ചത് ഈ രാജ്യത്ത്, നമ്മുടെ രാജ്യത്ത് മതേതര ജനാധിപത്യം, അംബേദ്കർ ഒരു ആശങ്ക പറഞ്ഞിരുന്നു. ആ ആശങ്ക പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. 1947 അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ 2 ആശങ്ക പറഞ്ഞത്. ഒന്ന്, ഈ രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കുമ്പോൾ എന്ന് ഞാൻ ആശങ്കപ്പെടുകയാണ്. 47 ഒരു ആശങ്ക. രണ്ടാമതും അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു കാവൽ ഭടനാണ്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു കാവൽ ഭടനാണ്. ഈ രാജ്യം രക്ഷപ്പെടണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നേരാവണ്ണം കൈകാര്യം ചെയ്യുന്നവരുടെ കരങ്ങളിൽ വരേണ്ടതുണ്ട്. ഇത് കൈകാര്യം ചെയ്യുന്നവരുടെ കരങ്ങൾ മോശമായാൽ നമ്മുടെ രാജ്യവും മോശമാകും. ആ ഒരു ദുർബലമായ സാഹചര്യത്തിൽ ഒരു ഇന്റലക്ച്വൽ ഫൈറ്റിന് ഇത്തരം സംഗമങ്ങൾ ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൂടിച്ചേരൽ നാളെ സർവശക്തനായ റബ്ബിന്റെ സന്നിധാനത്തിൽ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭാവിയിലും സമൂഹത്തിലെ ദൈക്ഷണിക പോരാട്ടത്തിന് നേതൃത്വം നൽകാൻ, നന്മയാർന്ന സേവന പ്രവർത്തനങ്ങൾക്ക് ലീഡർഷിപ്പ് നൽകാൻ ഫ്രൈഡേ ക്ലബിന്റെ സാരഥികൾക്ക്, പ്രവർത്തകന്മാർക്ക് സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.